ചിരിയോ ചിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്ക് ആരാധക ബലം എന്നും കൂടുതലായിരിക്കും. എന്നാൽ വ്യത്യസ്തമായ പ്രകടനങ്ങളിലൂടെ അവർക്ക് പോലും നേടിയെടുക്കാനാവാത്ത ഒരു പ്രത്യേക സ്ഥാനം ജനങ്ങളുടെ മനസ്സിൽ നേടിയെടുത്ത ചില നടന്മാരുണ്ട്. ഏതുതരം കഥാപാത്രങ്ങളും അനായാസം വഴങ്ങുന്ന പ്രതിഭകൾ. അത്തരം നടന്മാരിൽ മുൻപന്തിയിലാണ് മലയാളികളുടെ അഭിമാനമായ വിജയരാഘവൻ. വിജയരാഘവന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഈ എപ്പിസോഡ് മുതൽ കടന്നു ചെല്ലാം. നമുക്ക് ചിരിച്ചങ്ങ് പോവാം. നമ്മൾ ആഘോഷിക്കുന്ന നടന്മാരിൽ പലരും ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ അവരുടെ വ്യക്തിത്വങ്ങളിൽ എന്തെങ്കിലും ഒരു ഘടകം ഉണ്ടായിരിക്കും. എന്നാൽ അതിനൊരു അപവാദമാണ് വിജയരാഘവൻ എന്ന നടൻ. തന്റെ രൂപം കൊണ്ടോ ശബ്ദം കൊണ്ടോ ഭാവം കൊണ്ടോ യാതൊരു തരത്തിലും യോജിക്കാത്ത പല കഥാപാത്രങ്ങളെയും അനായാസം ചെയ്ത് ഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ആ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കുമ്പോൾ വിജയരാഘവൻ എന്ന നടനെയോ വ്യക്തിയെയോ ഓർക്കാറില്ല എന്നതാണ് സത്യം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തന്നേക്കാൾ ഒരുപാട് പ്രായം ചെന്ന കഥാപാത്രങ്ങളെ ചെയ്ത് വിജയിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. ഈ കേസിൽ നിങ്ങൾ നിരപരാധിയാണ്. എനിക്ക് സ്ത്രീകളോട് പൊതുവെ അനുകമ്പയാണ്. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. തിരിച്ചിങ്ങോട്ടും. കാട്ടിൽ കയറി കൊമ്പന്റെ കണ്ണിൽ വെടി പൊട്ടിക്കുന്ന ചെറാടി കറിയ, പേടിപ്പിക്കുന്നോടോ എന്ന് ചോദിച്ച എതിരാളിയുടെ നെറ്റിയിൽ തീർത്തു പൊട്ടിക്കുന്ന അപ്പിച്ചായി, ഒരു വീട്ടിൽ ഒരു രക്തസാക്ഷി മതി എന്ന് പറഞ്ഞ നായകനെ പോലും വിരട്ടുന്ന അമ്പാടി മോഹനൻ, നടേശ കൊല്ലണ്ട എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്ന രാജേന്ദ്രൻ, ലോഹ ഇട്ട് പേടിപ്പിച്ച കാളിയാർ അച്ഛൻ, വില്ലത്തരത്തിന് പുതിയ മുഖം കൊടുത്ത റാംജി റാവു, അയ്യോ അച്ഛ തല്ലല്ലേ എന്ന് പറഞ്ഞ് ഓടുന്ന മേലെ പറമ്പിലെ ഗോപികൃഷ്ണൻ, തന്റെ 90-ാം വയസ്സിലും ഭാര്യയുടെ കാമുകനെ തിരയുന്ന പൂക്കാലത്തിലെ ഇട്ടൂപ്പ്, മനസ്സിൽ ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന കിഷ്കിന്ദ കണ്ടത്തിലെ അപ്പുപിള്ള എന്നിങ്ങനെ നീളുകയാണ് വിജയരാഘവൻ എന്ന പ്രതിഭ വെള്ളിത്തിരയിൽ തീർത്ത അത്ഭുതങ്ങൾ. തന്റെ 75-ാം വയസ്സിലും പൂർവാധികം പ്രസരിപ്പോടുകൂടി മലയാളി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിജയരാഘവൻ. അച്ഛൻ പോയാൽ ഞാൻ ഇറങ്ങിക്കോളാം. ഇറങ്ങി വരാനാ പറഞ്ഞത്. അവളോട് കുറച്ച് തവണ ചിരിച്ചിട്ടുണ്ടെന്നല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല അച്ഛാ. ബന്ധം ഞാൻ ഉണ്ടാക്കി തരാം. മലയാളികളുടെ അഭിമാനമായ നടനാണ് വിജയരാഘവൻ. അദ്ദേഹത്തിന്റെ അച്ഛൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആരാധകരെ സൃഷ്ടിച്ച പ്രഗത്ഭനായ നാടക ആചാര്യനായിരുന്ന ശ്രീ NN പിള്ളയാണ്. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ പുതിയ തലമുറയിലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. പക്ഷെ അദ്ദേഹം ചെയ്ത ഒരു കഥാപാത്രം പറയുകയാണെങ്കിൽ കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമൊന്നും വരില്ല. ആ കഥാപാത്രമാണ് ഗോഡ് ഫാദർ എന്ന സിനിമയിലെ അഞ്ഞൂറാൻ. പ്രായഭേദമില്ലാതെ തലമുറ വ്യത്യാസമില്ലാതെ മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കഥാപാത്രം. ആകെ 3 സിനിമകളിലും മാത്രമാണ് ശ്രീ NN പിള്ള അഭിനയിച്ചിരിക്കുന്നത്. വിളിക്ക്. എന്തടോ നോക്കിയിരിക്കുന്നേ? വിളിക്ക്. എന്താ അവിടെ പേര്? മൊബൈൽ വാസന്തി, ഇൻസ്റ്റാൾമെന്റ് വാസന്തി എന്നും പറയും. ഒന്ന് പതുക്കെ പറയണോ പോകാം. മലയാളത്തിന്റെ പ്രിയ നടനായ വിജയരാഘവൻ മലേഷ്യയിലാണ് ജനിച്ചതെന്ന് അധികം ആർക്കും അറിയില്ല. അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ NN പിള്ള നാടകാചാര്യനായി പേരെടുക്കുന്നതിന് മുൻപ് മലേഷ്യയിലെ ഒരു എസ്റ്റേറ്റിൽ മാനേജറായി ജോലി ചെയ്തിരുന്നു. അങ്ങനെയാണ് വിജയരാഘവന്റെ ജനനം അവിടെ ആയത്. എന്നാൽ അധിക നാൾ അവിടെ തുടർന്നില്ല. കുടുംബം വളരെ പെട്ടെന്ന് തന്നെ കേരളത്തിലേക്ക് തിരിച്ചെത്തി. ഒരു കാര്യം ചെയ്യേ, ഉച്ചയോടെ ക്രിസ്റ്റി പെരയുടെ ക്വാർട്ടേഴ്സിൽ വരും. അഡ്രസ് ചെയ്യാൻ മെസ്സേജ് ചെയ്യാം. സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ. ശരി സർ. സിനിമയിലെ മെയിൻ വില്ലന്റെ പേര് സിനിമയുടെ പേരാവുക, ആ കഥാപാത്രം ചെയ്യാൻ അവസരം ലഭിക്കുക, സിനിമയുടെ സ്വഭാവം കോമഡി ആവുക. കേൾക്കുമ്പോൾ തന്നെ വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ? അത്തരത്തിൽ മലയാളത്തിൽ സംഭവിച്ച ഒരേ ഒരു സിനിമയാണ് റാംജി റാവു സ്പീക്കിംഗ്. റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിൽ റാംജി റാവു എന്ന വിജയരാഘവന്റെ കഥാപാത്രം അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഒരു വഴിത്തിരിവായി മാറി. സിനിമയുടെ കഥ ആദ്യം അറിഞ്ഞപ്പോൾ ഈ റാംജി റാവു എന്ന പേര് കേട്ടപ്പോൾ ആജാനുബാഹുവായ ഒരു രൂപമാണ് തന്റെ മനസ്സിൽ വന്നതെന്ന് വിജയരാഘവൻ പിന്നീട് പറഞ്ഞിരുന്നു. തന്റെ മനസ്സിൽ വന്ന രൂപത്തിനോട് ഏകദേശം കിടപിടിക്കാൻ വേണ്ടിയിട്ടാണ് നെറ്റി തെളിയുന്ന രീതിയിൽ മുടി പുറകിലോട്ട് ചീകിയതും വലിയ ഷർട്ട് ധരിച്ചതും അരയിൽ സൈക്കിൾ ചെയിൻ കെട്ടിയതും ഒക്കെ. ഈ ഐഡിയ ഒക്കെ തന്നെ വിജയരാഘവന്റെ തന്നെയായിരുന്നു. സിനിമയുടെ 2ാം ഭാഗമായ മാന്നാർ മത്തായി സ്പീക്കിംഗിലും റാംജി റാവു എന്ന കഥാപാത്രം തിളങ്ങി. വീട് വിട്ട് പുറത്ത് ജോലിക്ക് പോകുന്നത് അച്ഛൻ ഇഷ്ടാവോ എന്തോ. ഏതായാലും അച്ഛന്റെ സമ്മതം കൂടി അറിഞ്ഞിട്ട് പോരെ. ഇങ്ങനത്തെ ഏട്ടന്മാരുണ്ടാവുന്നില്ല നല്ലതേ. ജനിക്കാതെ ഞാനൊക്കെ ഗർഭത്തിലേ തൂങ്ങിച്ചാണമായിരുന്നു. ജന്മം കൊണ്ട് തന്നെ കലയുടെ ലോകത്തേക്ക് വന്ന വ്യക്തിയാണ് വിജയരാഘവൻ. ആദ്യ തട്ടകം തന്റെ പിതാവിനോടൊപ്പം നാടകമായിരുന്നുവെങ്കിലും പിന്നീട് സിനിമയിൽ സ്വന്തം വഴി തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്റെ ഹരി, നീ അത് ഹിമാലയൻ ബ്ലണ്ടറായി പറഞ്ഞത്, അതും പത്രക്കാരോട്. അഭിനയം നിർത്താൻ പോവാ. അത് നീ തന്നെ തീരുമാനിച്ചാൽ മതിയോ? അതിന് ഞങ്ങളും കൂടി സമ്മതിക്കണ്ടേ? അതെ, ഞാൻ ആ പ്രൊഡ്യൂസറെ വിളിച്ചിരുന്നു. നിനക്ക് സൗകര്യമുള്ളപ്പോ ചെയ്ത് കൊടുത്താൽ മതി എളുപ്പം പറയുന്നത്.
സിനിമയോട് മാത്രം പാഷനുള്ള ഒരാളാണ് വിജയരാഘവൻ. രാഷ്ട്രീയം ഒട്ടും തന്നെ താല്പര്യമില്ല. എന്നാൽ കോളേജ് പഠനകാലത്ത് SFI പാനലിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് മത്സരിക്കേണ്ടി വന്നിട്ടുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ സീനിയർ ആയിരുന്നു. അന്നും രാഷ്ട്രീയത്തോട് പ്രത്യേകിച്ച് നിലപാടൊന്നും ഇല്ലെങ്കിലും കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി SFI സ്ഥാനാർത്ഥിയാകേണ്ടി വന്നു. നിന്നെ കാണാമെന്നാ. കൺഗ്രാചുലേഷൻസ്. വളരെ ധീരമായ കർമ്മമാണ് മോനായി ചെയ്തിരിക്കുന്നത്. അഭിനയത്തോട് കമ്പമുള്ള ഒരു കലാകാരൻ പഠനകാലത്ത് തീർച്ചയായും എന്തെങ്കിലുമൊക്കെ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ കേരളത്തിലെ പ്രശസ്തമായ നാടക കുടുംബത്തിൽ ജനിക്കുകയും പിന്നീട് മലയാള സിനിമയിലെ മികച്ച നടന്മാരിൽ ഒരാളായി മാറുകയും ചെയ്ത വിജയരാഘവൻ തന്റെ കോളേജ് പഠനകാലത്ത് യാതൊരു വക കലാപരിപാടികളും അവതരിപ്പിച്ചിട്ടില്ല. അക്കാലത്തും അച്ഛന്റെ നാടക കമ്പനിയോടൊപ്പം പല വേദികളിലും നാടകം അവതരിപ്പിക്കാൻ പോയിരുന്നു. എന്നാൽ കോളേജിൽ യാതൊരു കലാപരിപാടികളും അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. സാറിന്റെ തന്ത കുളിച്ചതായി കഷ്ടമായി. തന്തയാണോ ഉദ്ദേശിച്ചത്? സാറേ ആംഗ്യ ഭാഷയ്ക്ക് ലാംഗ്വേജ് ഇല്ല. കൈകൊണ്ട് എന്തെങ്കിലും കാണിച്ചാൽ മതി. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്റെ ഉള്ളിലെ അഭിനയ സിദ്ധി പുറത്തെടുക്കുന്ന ഒരു പരിപാടികളിലും അദ്ദേഹം അവതരിപ്പിച്ചിരുന്നില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ സ്കൂൾ പഠനകാലത്ത് പാട്ട് പാടുന്നത് അദ്ദേഹം ഒരുപാട് ആസ്വദിക്കുകയുണ്ടായി. സ്കൂളിലെ പല കലാപരിപാടികൾക്കും അദ്ദേഹം പാടുമായിരുന്നു. എന്നാൽ ശബ്ദം മാറി വന്ന കാലഘട്ടത്തിൽ പാട്ട് പാടി തുടങ്ങുമ്പോൾ തന്നെ വെള്ളി വീഴുന്ന ഒരു പ്രശ്നം അദ്ദേഹം അഭിമുഖീകരിച്ചു. അത് തന്റെ പാട്ടിനെ സാരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കി വിജയരാഘവൻ തന്റെ പാട്ട് അവിടെ നിർത്തി. അന്ന് ആ ഒരു പാട്ട് പാടുന്നതിനുള്ള ശ്രമം നിർത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ പാടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞേനെ എന്ന് പിന്നീട് ഒരു അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടു. അയ്യോ, ഇതെന്ത് നോട്ടമാ സാറേ, ഇതൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലയോ? മലയാളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള സംവിധായകനായ ജോഷി വിജയരാഘവന് സിനിമയിൽ മികച്ച കഥാപാത്രങ്ങൾ കൊടുത്തിട്ടുള്ള ഒരാളാണ്. രണ്ടുപേരും SN കോളേജിലെ സഹപാഠികളായിരുന്നു എന്നതാണ് സത്യം. എന്നാൽ ഇവരുടെ സൗഹൃദം തുടങ്ങുന്നത് അതിനും ഒരുപാട് മുൻപാണ്. ജോഷിയുടെ കുടുംബത്തിന് ആറ്റിങ്ങിലും വർക്കലയിലുമായി 3ഓളം തിയേറ്ററുകൾ ഉണ്ടായിരുന്നു. സിനിമകളില്ലാത്ത ഇടവേളകളിൽ വിജയരാഘവൻ തന്റെ അച്ഛന്റെ നാടക ട്രൂപ്പിനോടൊപ്പം ചേർന്ന് അവിടെ നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അങ്ങനെ അന്നു മുതലേ ഉള്ള സൗഹൃദമാണ് രണ്ടുപേരും തമ്മിൽ. तुम्हारा हिंदी मैं भी जानता हूँ. 2 लड़ाई देखा है मैंने. तुम जैसों को गोलियां मार मार कर टिकाना गया है. तुमने मुझे पागल समझा है. मार मार कर हड्डी पतली कर दूंगा. उल्लू का पट्टे. 1973 കാബാലിക എന്ന ചിത്രത്തിലൂടെയായിരുന്നു വിജയരാഘവൻ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവായ NN പിള്ള രചിച്ച കാബാലിക എന്ന നാടകം സംവിധായകൻ ക്രോസ് ബെൽറ്റ് മണി സിനിമയാക്കുകയായിരുന്നു. ആ സിനിമയിൽ അഭിനയിക്കാൻ അദ്ദേഹത്തിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷെ പലരുടെയും നിർബന്ധത്തിന് വഴങ്ങി അതിലൊരു വേഷം അദ്ദേഹം ചെയ്തു. ഇന്നത്തെ സംഗീത മാന്ത്രികനായ AR റഹ്മാന്റെ പിതാവ് RK ശേഖറാണ് കാബാലിക എന്ന ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ എന്നത് മറ്റൊരു കൗതുകം. ഏതാണ്ട് 4.5 പതിറ്റാണ്ടോളമായി വിജയരാഘവൻ എന്ന നടന്റെ സിനിമാ കരിയർ തുടങ്ങിയിട്ട്. നാടകത്തിലും സിനിമയിലും ഒരുപോലെ വിജയം കണ്ട ആളാണ് വിജയരാഘവൻ. സിനിമയിൽ തിളങ്ങുമ്പോഴും നാടകത്തോടുള്ള തന്റെ കമ്പം മനസ്സിൽ ഒട്ടും കുറഞ്ഞിട്ടില്ല. അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്, 2 പേരും ഡിവോഴ്സീസ്. ഹോട്ടലിൽ മീറ്റ് ചെയ്യുന്നു. സർ, അത് ഞാൻ ഗസല് കേൾക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ എന്നെ കാണാൻ വന്നതാ. I feel something fishy in it. സർ, ഞാൻ നിരപരാധിയാണ്. സർ, പ്ലീസ്. സിനിമ ഇഷ്ടമില്ലാത്തവര് വളരെ കുറവായിരിക്കും അല്ലെ? സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയാൽ ആരാണ് പോവാതിരിക്കുന്നത്? എന്നാൽ സിനിമയിൽ അഭിനയിക്കാൻ പലരും അവസരം കൊടുത്തിട്ട് അതിനോടൊക്കെ പുറംതിരിഞ്ഞു നിൽക്കുകയും പിന്നീട് ആ സിനിമാ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി മാറുകയും ചെയ്ത ആളാണ് വിജയരാഘവൻ. നാളെ സത്യപ്രതിജ്ഞ കഴിയുന്നവരെ ഈ വഴിയുള്ള ട്രാഫിക് ബ്ലോക്ക് ചെയ്യണം. സർ, ജനജീവിതം സ്തംഭിപ്പിക്കരുത് എന്നാണ് നിയുക്ത മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. You can say it like that. I don't mind. The whole area must be under the control of police. മനസ്സിലായല്ലോ? NN പിള്ളയുടെ മകനായി ജനിച്ചതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. വിജയരാഘവൻ പറഞ്ഞ വാക്കുകളാണത്. നാടകാചാര്യനായ NN പിള്ളയുടെ മകനായി ജനിച്ചതിൽ അഭിമാനിക്കുകയും കലാപാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിക്കാൻ സാധിച്ചത് ഭാഗ്യമായും കരുതുന്ന വ്യക്തിത്വമാണ് വിജയരാഘവന്റേത്. അഭിനയ സിദ്ധി കൊണ്ട് പ്രേക്ഷകരുടെ മനം കവർന്ന പല വലിയ താരങ്ങളുടെയും മക്കൾ അതേ വഴി പിന്തുടർന്നുകൊണ്ട് വരുന്നതും എന്നാൽ അവരിൽ പലരും പ്രേക്ഷകരെ നിരാശരാക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ NN പിള്ള എന്ന വടവൃക്ഷത്തിന്റെ പേരിന് മാറ്റുകൂട്ടുന്ന രീതിയിലുള്ള അഭിനയ സിദ്ധി കാഴ്ചവെച്ച ആളാണ് പിൻതലമുറക്കാരനായ വിജയരാഘവൻ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനാകും. ജോറായിട്ടുണ്ട്. കാശായിട്ടൊന്നും തരികയില്ല.
കുടിച്ചു തീർത്തോണം അത് മതി. നാടക ലോകത്ത് പ്രവർത്തിക്കുന്ന പലരുടെയും സ്വപ്നം സിനിമയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ആ സ്വപ്നത്തിന് വേണ്ടി പരിശ്രമിക്കുകയും സിനിമയിൽ എത്തുകയും ചെയ്ത പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. നാടകത്തെ ഒരുപാട് സ്നേഹിക്കുകയും സിനിമയോട് തീരെ താല്പര്യം ഇല്ലാതിരുന്ന ഒരു ചെറുപ്പകാലമായിരുന്നു വിജയരാഘവന്റേത്. ആദ്യ സിനിമയായ കാബാലികയിൽ പോലും വളരെ നിർബന്ധിച്ചാണ് അദ്ദേഹത്തെ അഭിനയിപ്പിച്ചത്. സഹപാഠി കൂടിയായിരുന്ന സംവിധായകൻ ജോഷി വിജയരാഘവനോട് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് സിനിമയിൽ അഭിനയിച്ചുകൂടെ എന്ന്. നാടകത്തിൽ നിന്ന് തനിക്ക് ആവശ്യമായ പണവും പ്രശസ്തിയും കിട്ടുന്നത് കൊണ്ട് തന്നെ സിനിമയോടൊരു കമ്പം തോന്നിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടിപ്പോയാ ഇന്ന് സൂര്യാസ്തമനം വരെ ആ പഴുതടവൻ അത്രയ്ക്ക് ആയസുള്ളൂ. അതെ, നാട്ടിലെ മുഴുവൻ പോലീസുകാരും അവനെ തപ്പി ഇറങ്ങിയിരിക്കുക. വിജയരാഘവനെ പോലെ തന്നെ നാടക പാരമ്പര്യമുള്ള മറ്റൊരു നടനാണ് രാജൻ പി ദേവ്. രാജൻ പി ദേവിന്റെ പിതാവ് ശ്രീ SJ ദേവ് ഒരു നാടക അഭിനേതാവായിരുന്നുവെന്ന് അധികം ആർക്കും അറിയില്ല. രാജൻ പി ദേവിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ പിതാവുമായിട്ട് വിജയരാഘവന് പരിചയമുണ്ടായിരുന്നു. വിജയരാഘവന്റെ അച്ഛന്റെ നാടക കമ്പനിയിൽ ഒരു കാലത്ത് നടനായി പ്രവർത്തിച്ചിരുന്ന ആളാണ് ശ്രീ SJ ദേവ്. അതുപോലെ തന്നെ മലയാള സിനിമയിൽ പിൽക്കാലത്ത് പ്രശസ്തരായ പല നടീ നടന്മാരും വിജയരാഘവന്റെ അച്ഛന്റെ ശിക്ഷണത്തിൽ നാടക മേഖലയിൽ നിന്നും വളർന്നു വന്നവരാണെന്ന് പറയാനാകും. മണവാട്ടി ഒരു ക്ലൂ തരാവോ? മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ശ്രീ കുതിരവട്ടം പപ്പു. സിനിമകളിൽ നമ്മളെ ഏറെ പൊട്ടിച്ചിരിപ്പിച്ച കുതിരവട്ടം പപ്പുവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ സിനിമയിൽ എത്തുന്നതിന് മുൻപ് നാടകങ്ങളിൽ തിളങ്ങിയിരുന്ന പപ്പുവിന്റെ മറ്റൊരു മുഖം കണ്ട ചുരുക്കം ചില നടന്മാരിൽ ഒരാളാണ് വിജയരാഘവൻ. സ്പോട്ടിൽ ഉണ്ടാക്കുന്ന സ്കിറ്റുമായി സ്റ്റേജിൽ അരങ്ങ് തകർക്കുന്ന പപ്പുവിനെയും ടീമിനെയും കണ്ട് ആസ്വദിച്ചിട്ടുണ്ട് വിജയരാഘവൻ. സ്റ്റേജിലെ പ്രകടനം കൊണ്ട് തന്നെ ഏറ്റവും അധികം പൊട്ടിച്ചിരിപ്പിച്ച നടനാണ് കുതിരവട്ടം പപ്പു എന്ന് വിജയരാഘവൻ പറയുന്നു. ഈ പൗലോസ് എഴുതിയിരിക്കുന്നുണ്ടാ ഒറ്റ നോട്ടത്തിൽ എന്താ തോന്നുക? പൗലോസ് വേറെ ഒന്നും തോന്നൂലേ? ഒറ്റ നോട്ടത്തിലില്ല, രണ്ടാമത്തെ നോട്ടത്തില് ചിലപ്പം പോലീസിന് തോന്നുന്നല്ലേ. പാലക്കാടുള്ള ഒരു ഗ്രാമീണ ലൊക്കേഷനിൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനായി വിജയരാഘവൻ എത്തി. സിനിമയുടെ ഇടവേളകളിൽ മരത്തണലിൽ വിശ്രമിച്ചിരുന്ന വിജയരാഘവനെ കാണാനായി ഏകദേശം 85ഓളം വയസ്സ് പ്രായമുള്ള ഒരു മുത്തശ്ശൻ എത്തി. അദ്ദേഹത്തിന് വിജയരാഘവനോട് പറയാനുണ്ടായിരുന്നത് പണ്ട് മുടങ്ങാതെ നാടകങ്ങൾ കാണാൻ പോയിരുന്ന ഒരു കാലത്തെക്കുറിച്ചായിരുന്നു. പണ്ട് വിജയരാഘവനും അച്ഛനും കൂടി അഭിനയിച്ച ഒരു നാടകത്തിലെ ഡയലോഗ് പോലും അദ്ദേഹം ഓർത്തെടുത്ത് പറയുകയുണ്ടായി. ഒരു സിനിമാ നടൻ എന്നതിലുപരി ഒരു നാടക പ്രവർത്തകൻ എന്ന നിലയിൽ ഏറ്റവും അധികം അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു അതെന്ന് പിന്നീട് വിജയരാഘവൻ പറഞ്ഞു. നിങ്ങൾ നാട്ടുകാർ അവനോട് പെരുമാറുന്നത് ഇവിടെ എല്ലാവർക്കും അറിയാം. അതെല്ലാം കൂടെ എന്നെ കൂടി വെറുതെ പറയിപ്പിക്കരുത്. പറയിപ്പിക്കുന്നില്ല. കുറച്ച് ദിവസമായി ഞാനൊരു കാര്യം പറയണത്, നിങ്ങളുടെ വീടിന്റെയും വസ്തുവിന്റെ പ്രമാണം എന്നെ ഏൽപ്പിക്കണമെന്ന്. എന്നിട്ട് ഏൽപ്പിച്ചോ? ഇല്ലല്ലോ. അത് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. പണം സമ്പാദിക്കുക എന്നതിലപ്പുറം കലാകാരന് സാമൂഹിക പ്രതിബദ്ധത കൂടി ഉണ്ടായിരിക്കണമെന്ന് വിജയരാഘവൻ ഉറച്ചു വിശ്വസിക്കുന്നു. തന്റെ കലാസൃഷ്ടിക്ക് ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിന് ഒരു ചൂണ്ടുവലകയാകാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമായി അദ്ദേഹം കരുതുന്നു. ഒരുപാട് മറ്റേ വർത്താനം പറയരുത്. നിന്നെ ചാടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ജോസഫേ, പോയി വലയെടുത്തോണ്ട് പാടോ, വേഗം പോടോ. സ്കൂൾ കാലഘട്ടത്തിലെ സമ്മർ വെക്കേഷൻ നമുക്ക് എല്ലാവർക്കും നല്ല രസമുള്ള ഓർമ്മകളാണ്. കൂട്ടുകാരോടൊപ്പം കളിക്കാനും ബന്ധുവീടുകളിൽ പോകാനും ഒക്കെയാണ് എല്ലാവരും അത് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ വിജയരാഘവൻ ആവട്ടെ സമ്മർ വെക്കേഷനുകൾ ഉപയോഗിച്ചിരുന്നത് ഇന്ത്യ ചുറ്റിക്കാണാനാണ്, അതും പലവട്ടം. അത്ഭുതപ്പെടാൻ വരട്ടെ, സമ്മർ വെക്കേഷൻ സമയത്താണ് വിജയരാഘവന്റെ അച്ഛന്റെ നാടക ട്രൂപ്പിന് സംസ്ഥാനത്തിന് പുറത്ത് അവസരങ്ങൾ ലഭിച്ചിരുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ മാറി മാറി തുടർച്ചയായി നാടകം കളിച്ച് ഇന്ത്യ ചുറ്റിയിരുന്ന ആ കാലയളവിൽ നാടക ട്രൂപ്പിന്റെ വണ്ടിയിലിരുന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ അത്ഭുതത്തോടെ കാണുകയായിരുന്നു വിജയരാഘവന്റെ ബാല്യം. അയ്യോ, അമ്മമ്മക്ക് ഡാൻസ് അറിയില്ല. മതിയോ? പാച്ചു, 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 മോനെ, മോനെ, പാച്ചു, ചേട്ടനെ കൊന്നു അമ്മേത് പറഞ്ഞു കൊടുക്കും. പാച്ചു, ജടക്കുറുമ്പാ, പറ്റിച്ചേ, പറ്റിച്ചേ. നീ കൊള്ളാലോടാ ചക്ക. മക്കളെ ചെരുപ്പ് ഇവിടെ വന്നോളൂ, ഞാൻ ആ തൊമാപ്പളി കണ്ടുവരാം.
നമ്മുടെയൊക്കെ സ്കൂൾ കാലഘട്ടം എന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി യൂണിഫോം ഇട്ട് ബാഗും തൂക്കി സ്കൂളിലേക്ക് പോകുന്നതായിരിക്കും ഓർമ്മ. എന്നാൽ വിജയരാഘവന്റെ സ്കൂൾ കാലഘട്ടം പലപ്പോഴും അങ്ങനെ ആയിരുന്നില്ല. മിക്ക ദിവസങ്ങളിലും രാത്രി നാടകം കാണും. നാടകം കഴിഞ്ഞ് പുലർച്ചെയായിരിക്കും വീട്ടിലെത്തുന്നത്. ഒന്ന് ഉറങ്ങുക പോലും ചെയ്യാതെ നേരെ സ്കൂളിലേക്ക്. അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം ഒരു തിരക്കുള്ള കലാകാരനായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ അവിടുത്തെ വിസിറ്റിംഗ് പ്രൊഫസർ ആകാൻ ഒരാൾക്ക് സാധിക്കുമോ? ഇല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അത് സാധിച്ച വ്യക്തിയാണ് വിജയരാഘവൻ. ഞെട്ടണ്ട, വിജയരാഘവന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കിടയിലുള്ള വിളിപ്പേരായിരുന്നു വിസിറ്റിംഗ് പ്രൊഫസർ എന്നത്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അദ്ദേഹം കോളേജിൽ എത്തിയിരുന്നത്. നാടകത്തിരക്ക് മൂലം എല്ലാ ദിവസവും കൃത്യമായി കോളേജിൽ എത്താൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരുന്നു. 8 ദിവസം വാട്ടുകപ്പയും വറ്റലുമുളകും ഒക്കെ തിന്നതല്ലേ, ഇന്ന് എല്ലാവർക്കും ഓരോ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാം അല്ലേ? പക്ഷെ ബില്ല് മാഷ് തന്നെ കൊടുത്തോണേ. ഞാനോ? സിനിമയില് തന്റെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ തന്നേക്കാൾ പ്രായമുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് ശ്രദ്ധ നേടിയ ആളാണ് വിജയരാഘവൻ. അദ്ദേഹം ഇതിനു മുൻപും നാടകങ്ങളിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. 18 വയസ്സുള്ളപ്പോൾ തന്നെ 60ഉം 70ഉം വയസ്സുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് കയ്യടി നേടിയിട്ടുണ്ട്. പലപ്പോഴും ഇത് സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നതല്ല, ഏറ്റ നടന്മാർ വരാതാകുമ്പോൾ ചെയ്യേണ്ടി വരുന്നതാണ്. കാളിദാസന് 2 പെങ്ങന്മാരേ ഉള്ളൂ. അച്ഛൻ പണ്ടേ പോയി. 5 വർഷം മുമ്പ് അമ്മയും. അപ്പോ അമ്മായിമ്മയില്ല, അതാണ് ഹൈലൈറ്റ്. പഠനത്തിൽ ഒട്ടും താല്പര്യമില്ലാതിരുന്ന ആളാണ് വിജയരാഘവൻ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ പഠനഭാരം തന്നിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാം എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ വിജയരാഘവനോട് ഒരു കാര്യം ചോദിക്കുന്നത്. പഠനം കഴിഞ്ഞാൽ എന്താണ് ലക്ഷ്യം? എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. തനിക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലെന്ന് വിജയരാഘവൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ ഇനി എഴുതാൻ പോകുന്ന നാടകത്തിൽ ഒരു വേഷമുണ്ട്, നീ ചെയ്യുമെങ്കിൽ അത് ഞാൻ നിനക്ക് തരാമെന്ന്. വിജയരാഘവൻ ആ വേഷം ഏറ്റെടുത്തു. അങ്ങനെ അദ്ദേഹം ഒരു പ്രൊഫഷണൽ നാടക നടനായി മാറി. ഞാനൊരു കച്ചവടക്കാരനാണ്. കള്ളൂച്ചാലും മണലൂച്ചാലും എനിക്ക് കാശുണ്ടാക്കിയാൽ മതി. വിജയരാഘവൻ എന്ന കലാകാരൻ അഭിനയകലയുടെ വറ്റാത്ത ഉറവിടമാണ്. അഭിനയവും ജീവിതവും അദ്ദേഹത്തിന് രണ്ടല്ല. തന്റെ ആരോ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നില്ലേ? ഉണ്ട് സർ, കസിനാണ് കസ്റ്റംസിലെ. എടോ, അടുത്ത മാസം മോളും ഫാമിലിയും എടുത്തുണ്ട് US നിന്ന്. സാധനം കുറച്ച് കൂടുതലാണ്. താൻ പറഞ്ഞ എൻ്റെ ഡ്യൂട്ടിയൊക്കെ ഒന്ന് ഒഴിവാക്കി തരണം. സിനിമയിലെത്തുന്ന ഏതൊരു യുവ നടന്റെയും ആഗ്രഹം നായക വേഷങ്ങൾ ചെയ്ത് പേരെടുക്കുക എന്നാണ്. എന്നാൽ വിജയരാഘവൻ ആ ഒരു ആഗ്രഹം തീരെ ഉണ്ടായിരുന്നില്ല. നായിക വേഷങ്ങൾ വിജയരാഘവൻ കൈകാര്യം ചെയ്ത ഒരുപാട് സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അക്കാലത്തൊക്കെ തന്നെ വിപണന മൂല്യമുള്ള ഒരു നടൻ തന്നെയായിരുന്നു വിജയരാഘവൻ. എന്നാൽ നായക വേഷങ്ങൾ ചെയ്തതിന് ശേഷം ഒരേ അച്ചിൽ വാർത്തതുപോലെയുള്ള കഥാപാത്രങ്ങളാണ് തനിക്ക് കിട്ടുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സ്വഭാവ നടന്മാർ ചെയ്തതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തെ തന്റെ കരിയറിലെ ഏറ്റവും മോശം കാലമായിട്ട് അദ്ദേഹം കാണുന്നു. വ്യത്യസ്തമായ കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഏകദേശം 1 വർഷത്തോളമാണ് ഒരു സിനിമയും ചെയ്യാതെ അദ്ദേഹം ബ്രേക്ക് എടുത്ത് വീട്ടിലിരുന്നത്. അതെങ്ങനെയാ ശരിയാവുന്നേ? അതൊക്കെ ശരിയായിക്കോളും. ഈ കൊച്ചു കാണാൻ തരക്കേടില്ല, ഇംഗ്ലീഷും കുഴപ്പമില്ല. പക്ഷെ ഹിന്ദി നോക്കണ്ടേ? വേണ്ട. പൊതുവിജ്ഞാനം നോക്കണ്ടേ? വേണ്ട. അതല്ലേ പ്രധാനം. അതൊക്കെ ഞാൻ നോക്കിയോ? അതൊക്കെ ഞാൻ കുട്ടി വരുന്നുണ്ട്. മലയാള സിനിമയില് പ്രണയരംഗങ്ങൾ ഏറ്റവും കുറവ് അഭിനയിച്ചിട്ടുള്ള നടനാണ് വിജയരാഘവൻ. അദ്ദേഹം നായിക വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള സിനിമകളിൽ പോലും പൈങ്കിളി പ്രണയരംഗങ്ങളും ഗാനരംഗങ്ങളും വളരെ കുറവാണ്. സിനിമയിലെ പ്രണയരംഗങ്ങളോട് അദ്ദേഹത്തിന് വ്യക്തിപരമായി തീരെ താല്പര്യമില്ല. തന്റെ മനസ്സിലെ പ്രണയത്തിനോടുള്ള കൺസെപ്റ്റും സിനിമയിലെ കൺസെപ്റ്റും തമ്മിൽ തീരെ യോജിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അത്തരം രംഗങ്ങൾ അഭിനയിക്കാനുള്ള താല്പര്യം വിജയരാഘവന് വളരെ കുറവായിരുന്നു. പുതിയ വണ്ടി എടുത്താ ക്രിസ്റ്റയില് പോണുണ്ട്. പൈസ തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാറുങ്കിടി. ഈ പാട്ട് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഈ ഗാനരംഗത്തിൽ നായികയോടൊപ്പം പാടി അഭിനയിക്കുന്നത് വിജയരാഘവനാണ്. കൂടാതെ ചില നൃത്ത ചുവടുകളും അദ്ദേഹം വെക്കുന്നുണ്ട്. എന്നാൽ സിനിമയിലെ ഗാനരംഗങ്ങളിൽ നൃത്ത ചുവടുകൾ വെക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് വിജയരാഘവൻ. ഞാനാണ് സാറിനെ ഇപ്പൊ മോളിൽ നിന്ന് താഴേക്ക് എത്തിച്ചത്. മദ്യപിച്ച് ബോധം പോയ ഒരാളോട് എങ്ങനെ, എപ്പോ, എവിടെ എന്നീ 3 ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. സോറി സർ. ചെറിയ പ്രായത്തില് പ്രായമുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നത് തങ്ങളുടെ ഇമേജിനെ ബാധിക്കും എന്ന് ചിന്തിക്കുന്ന നടന്മാർ മലയാള സിനിമയിൽ ധാരാളമുണ്ട്. എന്നാൽ അവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനാണ് വിജയരാഘവൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ചേരാടി കറിയ എന്ന കഥാപാത്രം തന്നെ ഇതിന് ഉദാഹരണമാണ്. 20കളിൽ നിൽക്കുമ്പോഴാണ് 60ന് മുകളിൽ പ്രായം തോന്നിക്കുന്ന കഥാപാത്രത്തെ അദ്ദേഹം ചെയ്ത് അവിസ്മരണീയമാക്കിയത്. തിരക്കഥാകൃത്തായ രഞ്ജി പണിക്കരോട് വഴക്കുണ്ടാക്കിയാണ് അന്ന് ആ കഥാപാത്രം അദ്ദേഹം ചെയ്തത്. പിന്നീട് മലയാള സിനിമയിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായ പ്രായം ചെന്ന കഥാപാത്രങ്ങൾ ചെയ്യുകയും അവയെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെടുത്താനും അദ്ദേഹത്തിന് സാധിച്ചു. അറിയാലോ, 2-3 കൊല്ലമായിട്ട് ഫീൽഡിൽ ഇല്ലായിരുന്നു.
10-60 കൊല്ലമായിട്ട് മഹാത്മാഗാന്ധി ഫീൽഡിലല്ലോ, എന്നിട്ടും നമ്മൾ അറിയുന്നില്ലേ? അഭിനയത്തിൽ മുഖത്തിന്റെ പ്രാധാന്യം പല വലിയ നടന്മാരും എടുത്തു പറയാറുള്ളതാണ്. മുഖത്തെ പേശികളെല്ലാം കൃത്യസമയത്ത് ഭംഗിയായി ചലിപ്പിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് മാത്രമേ മികച്ച നടനാകാൻ കഴിയൂ എന്നാണ് പൊതുവെ പറയാറുള്ളത്. എന്നാൽ അഭിനയത്തിന് മുഖത്തിന്റെ ആവശ്യമില്ലെന്നാണ് വിജയരാഘവന്റെ അഭിപ്രായം. അഭിനയം വരേണ്ടത് മനസ്സിൽ നിന്നാണ്. താൻ ചെയ്യാൻ പോകുന്ന കഥാപാത്രത്തെക്കുറിച്ച് മനസ്സിൽ നല്ല ബോധ്യമുള്ള ഒരു നടന് ശരീരത്തിന്റെയും മുഖത്തിന്റെയും ഭാവങ്ങളെല്ലാം കൃത്യസമയത്ത് താനേ വരും. ആ ഒരു രീതിയാണ് താൻ ഇത്രയും കാലം പിന്തുടരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്നുമില്ല, ഈ മഹി ആള് ഭയങ്കരനാ. കാലെടുത്ത് കുത്തിയപ്പോ തന്നെ വീട്ടിലെ പെൺപടയെ മുഴുവൻ കയ്യിലെടുത്തു. നാടകത്തെക്കുറിച്ചായാലും സിനിമയെക്കുറിച്ചായാലും വ്യക്തമായ അഭിപ്രായമുള്ള കലാകാരനാണ് ശ്രീ വിജയരാഘവൻ. അരനൂറ്റാണ്ടോളമായുള്ള അഭിനയ ജീവിതത്തിൽ നിന്ന് നേടിയെടുത്ത അറിവാണ് അദ്ദേഹത്തെ ഇതിന് പ്രാപ്തനാക്കുന്നത്. ഈ തന്തയും തള്ളയൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഒരുപാട് സ്വപ്നം കണ്ട് വളർത്തി കഴിയുമ്പോ തിന്നതൊക്കെ നിന്റെയൊക്കെ എല്ലാം കയറി തുടങ്ങും. സിനിമയിൽ പലപ്പോഴും നെപ്പോട്ടിസത്തിന് വൻ എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതായത് നെപ്പോ കിഡ് ആരും തന്നെ സ്വന്തം കഴിവുകൊണ്ട് ആ മേഖലയിൽ എത്തിയവരല്ല എന്നതാണ് പ്രധാന വിമർശനം. അഭിനയത്തിന്റെ ലോകത്ത് വിജയരാഘവനും ഒരു നെപ്പോ കിഡ് തന്നെയാണ്. പക്ഷെ ഒരിക്കൽ പോലും ആർക്കും വിമർശിക്കാൻ തോന്നിയിട്ടില്ല. പുലിക്ക് പിറന്നത് പൂച്ചയാകില്ല എന്നത് തെളിയിച്ച നടനാണ് വിജയരാഘവൻ. അദ്ദേഹത്തിന്റെ പിതാവ് സാക്ഷാൽ NN പിള്ള അഭിനയത്തിൽ ഒരു സിംഹമായിരുന്നുവെങ്കിൽ വിജയരാഘവനും അങ്ങനെ തന്നെ. പാളയം കൂടെ നമ്മുടെ ചേർത്തുന്നില്ലേ? നമ്മുടെ അമ്മ ഉണ്ടാക്കുന്നത് തന്നെ. ചേച്ചി കുട്ടികൾക്ക് കൊടുത്തേക്കണ്ട. മറ്റു പല വലിയ നടന്മാരെക്കാളും പല കാര്യങ്ങളിലും വ്യത്യസ്തനാണ് വിജയരാഘവൻ. ചില സങ്കീർണമായ കഥാപാത്രങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കഥാപാത്രങ്ങൾ തങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോകാൻ ആഴ്ചകളോ മാസങ്ങളോ എടുക്കുമെന്ന് പല വലിയ നടന്മാരും പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അത്തരത്തിൽ യാതൊരു വക പ്രശ്നങ്ങളും വിജയരാഘവൻ ഇല്ലെന്ന് മാത്രമല്ല, കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ താൻ വിജയരാഘവനായി മാറും. എത്ര വലിയ കഥാപാത്രങ്ങളാണെങ്കിലും അത് ചെയ്യുന്നത് വിജയരാഘവൻ എന്ന വ്യക്തിയാണെന്ന ബോധ്യത്തോടു കൂടി മാത്രമേ തനിക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ പൂർണ്ണമായ കഥാപാത്രമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അയാളെ നിയന്ത്രിക്കാൻ ക്യാമറാമാനോ സംവിധായകനോ സാധിക്കാതെ വരും. നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. എന്ന് പറയുമ്പോ അതിന്റെ ഒരു സുഖം. മലയാളത്തിലെ എണ്ണം പറഞ്ഞ നടന്മാരിൽ ഒരാളാണ് വിജയരാഘവൻ. നിരവധി കഥാപാത്രങ്ങളിലെ പ്രകടനം കൊണ്ടാണ് അദ്ദേഹം നമ്മളെ ഞെട്ടിച്ചത്. എന്നാൽ അർഹിക്കുന്ന അംഗീകാരം ഒന്നും അദ്ദേഹത്തെ നേടി എത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. 4.5 പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിൽ 2025 മാത്രമാണ് മികച്ച നടനുള്ള ദേശീയ അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അവാർഡിന് വേണ്ടി കാത്തിരിക്കുകയോ ആഗ്രഹിക്കുകയോ അദ്ദേഹം ചെയ്തിട്ടില്ല. തന്റെ ഒരു പ്രകടനം കണ്ട് പ്രേക്ഷകർ വിളിച്ചു പറയുന്ന അഭിനന്ദനത്തിനാണ് താൻ കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്ന് അദ്ദേഹം പറയുന്നു. നമസ്കാരം. ഞാൻ CI മോഹൻദാസ്. ചാർജ് എടുത്തിട്ട് 2-3 ദിവസം ആയുള്ളൂ. അങ്ങ് ചെങ്കൽച്ചൂളയിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന തൊരപ്പനെയും പെരിച്ചാഴിയും ഒക്കെ കൂട്ടിക്കയറ്റി കഴിഞ്ഞപ്പോ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. ഒരു വർഷം പുറത്തിറങ്ങുന്ന വ്യത്യസ്ത സിനിമകളിൽ നിന്ന് ഒരു മികച്ച നടനെ കണ്ടെത്തുന്ന സമ്പ്രദായം തെറ്റാണെന്നാണ് വിജയരാഘവന്റെ അഭിപ്രായം. ഓരോ സിനിമകളിലും വ്യത്യസ്തങ്ങളായ നടന്മാർ വ്യത്യസ്ത കഥാപാത്രങ്ങളെ ചെയ്തിരിക്കുന്നത് ഓരോ രീതിയിലും ഭംഗിയുള്ളവയാണ്. അവ പരസ്പരം താരതമ്യം ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അവാർഡ് കൊടുക്കാനാണെങ്കിൽ ഒരു കഥാപാത്രം തന്നെ പല നടന്മാരെ കൊണ്ട് ചെയ്യിച്ച് അതിലൊരു മികച്ച നടനെ കണ്ടെത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെനിക്ക് നിർബന്ധം. പെണ്ണാളെങ്ങനെ? നല്ല തക്കാളി, തക്കാളി പോലത്തെ പെണ്ണുങ്ങള്. പച്ച തക്കാളിയോ പഴുത്ത തക്കാളിയോ? മൂത്ത വെളുത്തിരി പച്ച, ഇളയത് ഇത്തിരി പഴുത്തതാ. ജോലി തിരക്കുകൾക്കിടയിൽ ഒരു ഒഴിവ് ദിവസം കിട്ടിയ നമ്മളിൽ പലരും അത് പല രീതിയിലായിരിക്കും ആഘോഷിക്കുന്നത്, അല്ലെ? ചിലർ ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിക്കും, ചിലർ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകും, ചിലർ യാത്ര പോകും. എന്നാൽ വിജയരാഘവൻ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഒഴിവ് ദിവസം കിട്ടിയാൽ അത് വീട്ടിലിരുന്ന് ഉഴപ്പി തീർക്കാനാണ് ആഗ്രഹിക്കുന്നത്. ജോലിയുള്ള ദിവസം 2 തവണ കുളിക്കുന്ന വിജയരാഘവൻ ഒഴിവ് ദിവസം കുളിച്ചാലായി അന്ന് അദ്ദേഹം ഷേവ് ചെയ്യാറില്ല. ചുരുക്കി പറഞ്ഞാൽ ഒഴിവ് ദിവസം ഉഴപ്പി ആസ്വദിക്കാനാണ് അദ്ദേഹത്തിന് താല്പര്യം. നീ എന്താ പള്ളിയിലെ കോംപ്രമൈസ് മീറ്റിംഗ് പറഞ്ഞേ? വന്നിട്ട് എന്ത് കാര്യം? അവരും ഡേറ്റ് മാറ്റില്ല, നമ്മളും ഡേറ്റ് മാറ്റില്ല. എന്തിനാ? അപ്പൊ ഇക്കൊല്ലം നല്ല പുകിലായിരിക്കും. വലിപ്പ ചെറുപ്പമില്ലാതെ ആർക്കും സമീപിക്കാവുന്ന പച്ചയായ മനുഷ്യനാണ് വിജയരാഘവൻ. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ക്യാമറയ്ക്ക് മുൻപിൽ അല്ലാത്തപ്പോൾ അദ്ദേഹം വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും കുട്ടൻ മാത്രമാണ്. കള്ളം ഞാൻ പറയാറില്ല, പക്ഷേ സത്യങ്ങൾ ഞാൻ പറയാതിരിക്കാറുണ്ട്.
നായക കഥാപാത്രങ്ങളെക്കാൾ കൂടുതൽ ക്യാരക്ടർ റോളുകളെ പ്രണയിച്ച നടനാണ് വിജയരാഘവൻ. അത്തരം കഥാപാത്രങ്ങളിൽ വ്യത്യസ്തതകൾ ധാരാളം ഉണ്ടാകും. അവ തേടിപ്പിടിക്കാനും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാനും അദ്ദേഹത്തിന് പണ്ടേ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമയിൽ അവസരം ലഭിച്ചിരുന്ന ആദ്യകാലത്തിലും നാടകത്തെ അദ്ദേഹം വിടാതെ കൂടെ കൂട്ടിയിരുന്നു. കാരണം സിനിമയിൽ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ചെറിയ ചില പ്രാധാന്യം കുറഞ്ഞ വേഷങ്ങളാണ് ലഭിച്ചിരുന്നത്. എന്നാൽ ആ പ്രായത്തിലും നാടകത്തിൽ ശക്തവും പ്രാധാന്യവുമുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. എല്ലാ ടെസ്റ്റുകളിലും പെർഫെക്റ്റ് റിസൾട്ടാണ്. സ്കാനിങ്ങിൽ ബ്രെയിൻ യാതൊരു കുഴപ്പവും കാണുന്നില്ല. പിന്നെ പെട്ടെന്നുള്ളൊരു ഷോക്ക് കൊണ്ട് ഇങ്ങനെ സംസാരശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായേക്കാം. കോട്ടയം ജില്ലയിലെ ഒളശയാണ് വിജയരാഘവന്റെ സ്വദേശം. നാടകാചാര്യൻ NN പിള്ളയുടെയും നാടക നടിയായിരുന്ന ചിന്നമ്മയുടെയും മകനായി 1950 ജനുവരി 12 മലേഷ്യയിലെ കോലാലംപൂരിലാണ് ജനനം. NN പിള്ളയുടെ വിശ്വകേരള കലാസമിതിയിലൂടെ ബാല്യത്തിൽ തന്നെ നാടകരംഗത്ത് സജീവമായി. സെയിന്റ് ബാസിലേഴ്സ് കോളേജ്, SN കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു വിജയരാഘവന്റെ വിദ്യാഭ്യാസം. അച്ഛൻ NN പിള്ളയുടെ കാബാലിക എന്ന നാടകം സിനിമയാക്കിയപ്പോൾ അതിൽ പോർട്ടർ കുഞ്ഞാലി എന്ന വേഷം അവതരിപ്പിച്ചുകൊണ്ട് 22-ാം വയസ്സിൽ സിനിമയിൽ അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു. മുകേഷ് കുമാർ, ഇങ്ങളെ ചങ്ങായി സുന്ദരനാണോ? ലേശം. ഓന്റെ ഭാര്യോ സുന്ദരിയല്ലേ? 1987 പുറത്തിറങ്ങിയ ന്യൂഡൽഹി എന്ന സിനിമയായിരുന്നു വിജയരാഘവന്റെ കരിയറിലെ ആദ്യത്തെ വഴിത്തിരിവ്. സഹപാഠി കൂടിയായിരുന്ന ജോഷിയാണ് സിനിമ സംവിധാനം ചെയ്തത്. സഹപാഠി എന്നതിൽ ഉപരിയായിട്ട് വിജയരാഘവൻ ആദ്യമായിട്ട് അഭിനയിച്ച കാബാലിക എന്ന ചിത്രത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടാണ് ജോഷി സിനിമാ ജീവിതം തുടങ്ങുന്നത് എന്നൊരു ബന്ധം കൂടെ ഇവർക്കിടയിലുണ്ട്. വിജയരാഘവന്റെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കപ്പെട്ട വേഷവും ന്യൂഡൽഹിയിലെ തന്നെയാണ്. ആ ചിത്രത്തോടു കൂടിയാണ് തന്റെ തട്ടകം സിനിമയാണെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നത്. ആ വർഷം തന്നെയാണ് അദ്ദേഹം നാടകം പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതും. ഒരു സബ് ഇൻസ്പെക്ടർ ആകാൻ മോഹിച്ച് അതാകാത്തിനുള്ള അമർഷം മൊത്തം പോലീസുകാരുണ്ടല്ലേ? എല്ലാരോടും ഇല്ല സാർ. പോലീസ് ആവാൻ യോഗ്യതയില്ലാത്ത ചില അലവലാദികളോട് മാത്രം. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. നിർത്തുന്നുണ്ടോ? ഒരു സിനിമയുടെ സംവിധായകൻ തന്റെ ഒരു കഥാപാത്രം ചെയ്യുന്നതിനായി ഒരു നടനെ സമീപിക്കുമ്പോൾ ക്യാരക്ടർ സ്കെച്ചുകൾ കൂടെ കരുതുന്നത് ഇപ്പോഴത്തെ ഒരു രീതിയാണ്. അത് നടന്മാർക്ക് കൂടുതൽ ഉപകാരപ്പെടാറുണ്ട്. ക്യാരക്ടർ സ്കെച്ച് കാണുമ്പോൾ ആ കഥാപാത്രത്തിന്റെ രൂപവും ഭാവവും ഒക്കെ ഒരു പരിധി വരെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും. എന്നാൽ വിജയരാഘവനെ സംബന്ധിച്ചിടത്തോളം ക്യാരക്ടർ സ്കെച്ചുകൾ തന്നെ ബുദ്ധിമുട്ടിക്കാറാണ് ചെയ്യാറെന്നാണ് പറയുന്നത്. കാരണം ഒരു ക്യാരക്ടർ സ്കെച്ച് കാണുമ്പോൾ ആ കഥാപാത്രത്തിലേക്ക് മാറാൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. എന്നാൽ ഒരു കഥാപാത്രത്തെ കേട്ട് കഴിയുമ്പോൾ ആ കഥാപാത്രത്തെ തന്നിലേക്ക് എങ്ങനെ ആവാഹിക്കണമെന്ന് ചിന്തിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ക്യാരക്ടർ സ്കെച്ചുകൾ വിജയരാഘവനെ സംബന്ധിച്ചിടത്തോളം ഉപകാരപ്പെടാറില്ല. സംസാരിക്കുന്നു. വിജയരാഘവൻ ഒരിക്കൽ തനിക്കുണ്ടായ രസകരമായൊരു അനുഭവം പറഞ്ഞു. സിനിമയിൽ തുടക്കകാലത്ത് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ടു വരുന്ന സമയം തന്റെ സ്കൂട്ടറും എടുത്ത് പെട്രോൾ പമ്പിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ 2-3 പേര് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതൊരു വലിയ ജനക്കൂട്ടമായി മാറി. ജനക്കൂട്ടം എന്താണെന്ന് അറിയാനായിട്ട് ഒരാൾ തിക്കിത്തിരക്കി ചെന്നു. അയാൾ വിജയരാഘവനെ കണ്ടതും ഇവനായിരുന്നു. ഞാൻ വിചാരിച്ചു മോഹൻലാലോ മമ്മൂട്ടിയോ എങ്ങാനോ ആയിരിക്കുമെന്ന്. തന്നെ ഒരാൾ വില വെക്കാത്ത ഒരു അനുഭവം പോലും അദ്ദേഹം സ്വയം ആസ്വദിക്കുകയാണ് ചെയ്തത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സിനിമയുടെ ഗ്ലാമറോ പ്രശസ്തിയോ ഒന്നുമല്ല, അഭിനയത്തെ മാത്രമാണ് അദ്ദേഹം പ്രണയിക്കുന്നത്. ആന്റണി ഭീംബായെ പൊക്കിയില്ലെങ്കിൽ സാറിന്റെ ഉള്ളങ്കാൽ ഞാൻ നക്കും. താൻ നക്കിയിട്ട് തുടങ്ങിയിട്ടൊന്നും കാര്യമുണ്ടോ? അന്ന് അടിച്ചു വിറ്റായിട്ട് ഇയാള് പറഞ്ഞതിനൊക്കെ താനെന്തിനാ ഏറ്റുപിടിക്കുന്നത്? ഒരിക്കൽ വിജയരാഘവന് ഒരു കഥാപാത്രത്തെ കൊടുത്ത സംവിധായകർ വീണ്ടും വീണ്ടും തങ്ങളുടെ സിനിമകളിൽ ശക്തമായ കഥാപാത്രങ്ങൾ കൊടുത്ത് അദ്ദേഹത്തെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിലും ഒരു നടൻ എന്ന നിലയിലും ആളുകളുടെ മനസ്സിലേക്ക് ശക്തമായി അദ്ദേഹം കയറുന്നതിന്റെ ലക്ഷണമാണിത്. ഇത് പബ്ലിസിറ്റി ഉണ്ടാക്കാനുള്ള ഇയാളെ പരിപാടിയാണ് സാർ. ഈ ചങ്ങായിന്റെ താളത്തിന് നിങ്ങൾ സുള്ളരുതപ്പാ. എന്റെ മുമ്പിൽ നിങ്ങൾ വക്കീലന്മാരില്ല. മുമ്പിൽ പറഞ്ഞ ഹർജികളേ ഉള്ളൂ. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല, പ്രശ്നങ്ങൾ തീർക്കാനാണ് കോടതി. ചില പ്രശസ്തരായ നടന്മാരെ കുറിച്ച് നമ്മൾ പറയുന്ന ഒരു പ്രയോഗമാണ് ഏജ് ഇൻ റിവേഴ്സ് ഗിയർ.
പ്രായമുണ്ടെങ്കിലും ചെറുപ്പം തുളുമ്പുന്ന സൗന്ദര്യമുള്ള നടന്മാരെ കുറിച്ചാണ് പൊതുവെ ഇങ്ങനെ പറയാറ്. ആ വിശേഷണത്തിന് ഏറ്റവും അർഹനായ വ്യക്തിയാണ് വിജയരാഘവൻ. 76 വയസ്സ് പൂർത്തിയായിട്ടും ഇന്നും ചെറുപ്പത്തിലെ ആ ഒരു പ്രസരിപ്പും ആവേശത്തോടും കൂടിയാണ് അദ്ദേഹം ഓരോ കഥാപാത്രത്തെയും നേരിടുന്നത്. വിജയരാഘവനെ നേരിട്ട് കാണുന്ന ആർക്കും അദ്ദേഹത്തിന്റെ യഥാർത്ഥ വയസ്സ് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. സൂപ്പർ സ്റ്റാർ ആകാത്തത് കൊണ്ടോ എന്തോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഏജ് ഇൻ റിവേഴ്സ് ഗിയർ പട്ടികയിൽ വിജയരാഘവനെ പ്രേക്ഷകരാരും ആഘോഷിച്ച് കണ്ടിട്ടില്ല. അതെ സാർ, അപ്പൊ അതിനെന്തിനാ എപ്പോഴും ഇങ്ങനെ ഹറാസ് ചെയ്യുന്നത്? താൻ അവന്റെ ചെവിയിലെ പൂട കണ്ടോ? എന്റെ അപ്പനും ഉണ്ടത്. ഇവനെ കാണുമ്പോ എനിക്ക് അപ്പനെ ഓർമ്മ വരും. മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയോട് വളരെ സ്വാതന്ത്ര്യമായി ഇടപഴകാൻ കഴിയുന്ന ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് വിജയരാഘവൻ. മമ്മൂട്ടിയെ നമ്മൾ മലയാളികൾ സ്നേഹത്തോടു കൂടി മമ്മൂക്ക എന്നാണ് വിളിക്കാറ്. സമപ്രായക്കാരായ സഹപ്രവർത്തകർ പലരും മമ്മൂട്ടി എന്നും മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ഇച്ചാക്ക എന്നുമാണ് വിളിക്കാറ്. എന്നാൽ വിജയരാഘവൻ വിളിക്കുന്നത് ഇതൊന്നുമല്ല. വിജയരാഘവൻ വളരെ സ്നേഹത്തോടു കൂടി മമ്മൂട്ടിയെ വിളിക്കുന്നത് മമ്മൂസ് എന്നാണ്. രണ്ടുപേരും സമപ്രായക്കാരായതുകൊണ്ട് മാത്രമല്ല ഈ വിളി. മമ്മൂട്ടി സിനിമയിൽ എത്തുന്നതിന് മുൻപേ സിനിമയിൽ എത്തിയ ആളാണ് വിജയരാഘവൻ. അവന്റെ ഏകദേശ രൂപങ്ങളൊന്ന് പറയാൻ പറ്റുമോ? ഇല്ല, തന്നോട് എത്ര വട്ടം പറയണം? ഒരു കാര്യം ചെയ്യ്, കുറച്ച് മുളക് പൊടി എടുത്ത് തന്റെ 2 കണ്ണിലോട്ട് കൂടി ഇട്. അപ്പൊ അറിയാം ഏതൊക്കെ രൂപം വരുമെന്ന്. മുളക് പൊടി ശബ്ദം കേട്ട തിരിച്ചറിയാവോ? ഒരുതരം അടഞ്ഞ ശബ്ദ. മലയാളത്തിലെ ഏറ്റവും ലാളിത്യമുള്ള നടന്മാരിൽ ഒരാൾ കൂടിയാണ് വിജയരാഘവൻ. അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കുന്ന ആരും വിശ്വസിക്കില്ല 4.5 പതിറ്റാണ്ടോളമായി മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു താരത്തോടാണ് സംസാരിക്കുന്നതെന്ന്. ഒരു സാധാരണക്കാരന്റെ ശരീരഭാഷയും സംസാര ശൈലിയുമാണ് അദ്ദേഹത്തിന് എന്നും. സഹപ്രവർത്തകർക്കിടയിൽ പോലും അദ്ദേഹം പ്രിയങ്കരനാകുന്നതിന്റെ കാരണവും ഇതുതന്നെയാകാം. വീട്ടിൽ വരുന്നത് അത് ആര് തന്നെ ആയാലും കഴിയുമെങ്കിൽ അവർക്ക് ആഹാരം കൊടുത്ത് തിരിച്ചയക്കാൻ ശ്രമിക്കുന്ന ഒരു തനി മലയാളിയാണ് വിജയരാഘവൻ. വർഷങ്ങളോളം നാടക ട്രൂപ്പിന്റെ ഭാഗമായി പ്രവർത്തിച്ച് സാധാരണക്കാരുമായി ഇടപഴകിയതിൽ നിന്നാകാം അദ്ദേഹത്തിൽ ഇങ്ങനെ ഒരു സ്വഭാവം രൂപപ്പെട്ടത്. ഭർത്താവിന്റെ പേരെന്താ ഒപ്പം ചേർക്കാത്തത്? ഭർത്താവിന്റെ പേര് ഒപ്പരം ചേർക്കാൻ നിർബന്ധമുണ്ടാ? എന്റെ പേര് പ്രദീപ മഞ്ഞോടി എന്നല്ലേ? മഞ്ഞോടി എന്റെ ഭാര്യന്റെ പേരല്ലോ. വിജയരാഘവൻ എന്ന നടനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഹിറ്റ് ഡയലോഗ് നടേശ കൊല്ലണ്ട എന്നാണ്. രാവണപ്രഭു എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിന്റെ ഡയലോഗാണിത്. വിജയരാഘവൻ ചെയ്തത് വില്ലൻ കഥാപാത്രമാണെങ്കിലും ഈ ഡയലോഗ് കേൾക്കുമ്പോൾ പ്രേക്ഷകർ ചിരിക്കുകയാണ് ചെയ്തത്. ചിത്രത്തിന്റെ ഡബ്ബിംഗ് സമയത്ത് ശരിക്കും നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന രീതിയിലല്ല അതിന്റെ സംവിധായകൻ ആ ഒരു ഡയലോഗ് ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഈ രീതിയിൽ പറഞ്ഞാലേ പ്രേക്ഷകരിൽ ചിരി ഉണർത്താൻ സാധിക്കൂ എന്ന് ബോധ്യമായ വിജയരാഘവൻ അസോസിയേറ്റ് ഡയറക്ടറുമായി ഒരുപാട് മല്ലിട്ട ശേഷമാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന രീതിയിൽ ആ ഡയലോഗ് ആക്കിയത്. സൂപ്പർ സ്റ്റാർ എത്തിയല്ലോ. അനിൽ സാറേ, കൊലക്ക് പൊളിച്ചാണല്ലോ തിരിച്ചു വരവ്. പൊളിഞ്ഞു വരുന്നല്ലേ വിളിച്ചപ്പാറേ, ഇനി എന്തെല്ലാം പൊളിയാ. അതെ, ഇനി എന്തൊക്കെ കാണണം. പൊട്ടന് ലോട്ടറി അടിക്കുന്ന കാലമല്ലേ. സിനിമയിൽ വിജയരാഘവന്റെ ഏറ്റവും ദൈർഘ്യമുള്ള സൗഹൃദം സംവിധായകൻ ജോഷിയുമായിട്ടായിരിക്കാം. കാരണം അവർ സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ സിനിമയിൽ എത്തിയതിനു ശേഷം ദൃഢമായ സൗഹൃദം എന്ന് പറയുന്നത് വിജയരാഘവന്റെയും സംവിധായകൻ ജോണി ആന്റണിയുടേതുമാണ്. സിനിമയിലെ ഏറ്റവും അടുപ്പമുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ജോണി ആന്റണി എന്നാണ് വിജയരാഘവൻ പറയാറുള്ളത്. അദ്ദേഹം സംവിധാനം ചെയ്ത എല്ലാ സിനിമകളിലും തന്നെ ചെറുതോ വലുതോ ആയ കഥാപാത്രങ്ങളിൽ വിജയരാഘവനെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. കിട്ടുന്ന കഥാപാത്രങ്ങളുടെ വലിപ്പ ചെറുപ്പമോ അഭിനയ പ്രാധാന്യമോ നോക്കാതെ അതെല്ലാം വളരെ ഭംഗിയായി അദ്ദേഹം ചെയ്തിട്ടുമുണ്ട്. സൗഹൃദത്തിന് എത്രത്തോളം വില കൊടുക്കുന്ന ആളാണ് വിജയരാഘവൻ എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. The whole area must be under the control of police. മനസ്സിലായല്ലോ? സംശയകരമായി ആരെ കണ്ടാലും നോ വെടിവെക്കില്ല സാർ. വാട്ട്? പിന്നെ എന്ത് ചെയ്യാനാ സാർ? സാർ പറയണം. Stop it. മലയാളത്തിലെ ഏറ്റവും അധികം വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള നടന്മാരിൽ ഒരാൾ തന്നെയാണ് വിജയരാഘവൻ. അത്തരം വൈവിധ്യങ്ങൾ തേടിയുള്ള അദ്ദേഹത്തിന്റെ യാത്രകൾ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എഴുന്നേറ്റോ? എപ്പോ എത്തി? നല്ല ഫിറ്റാണെന്ന് തോന്നി. ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. സിനിമയിലെ പ്രണയരംഗങ്ങൾ അഭിനയിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് വിജയരാഘവൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ സ്വന്തം ജീവിതത്തിൽ പ്രണയങ്ങളും പ്രണയ അഭ്യർത്ഥനകളും ഒക്കെ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം. എന്നാൽ അദ്ദേഹം കല്യാണം കഴിച്ചത് കളിക്കൂട്ടുകാരിയായിരുന്ന തന്റെ ഒരു അകന്ന ബന്ധത്തിലുള്ള തന്നേക്കാൾ 10 വയസ്സ് കുറവുള്ള അനിതയായിരുന്നു. രണ്ടുപേരും കളിക്കൂട്ടുകാരുമായിരുന്നു. സ്കൂളിൽ പോയിരുന്നതും ഒരുമിച്ചായിരുന്നു. സ്കൂളിൽ പോകാൻ മടിച്ചുകൊണ്ട് കരഞ്ഞു നിൽക്കുന്ന അനിതയെ പലപ്പോഴും വിജയരാഘവൻ എടുത്തുകൊണ്ടാണ് പോയിരുന്നത്. പക്ഷെ ആ സമയത്തൊന്നും ഇരുവർക്കിടയിലും ഒരു പ്രണയം ഉണ്ടായിരുന്നില്ല. പിന്നീട് വീട്ടുകാരാണ് ഇതൊരു വിവാഹത്തിലേക്ക് എത്തിച്ചത്. വളരെ സന്തുഷ്ടമായ കുടുംബജീവിതമാണ് ഇരുവരുടെയും. വിജയരാഘവനും അനിതയ്ക്കും 2 ആൺമക്കളാണ്. ശരിയാണ്. സോറി സാർ. സാർ എന്താ ഇപ്പൊ പറഞ്ഞത്? ഇനിയും വെച്ച് താമസിപ്പിക്കാതെ കൊണ്ടുവന്ന് തലയിൽ ഒഴിക്കാൻ ചൂടുവെള്ളം. ശരി സാർ, ഇപ്പൊ കൊണ്ടുവന്ന് ഒഴിക്കാം.
സിനിമയിലെ ഷൂട്ടിംഗ് ഇടവേളകളിൽ പോലും ചില നടന്മാര് മദ്യപിക്കാറുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. എന്നാൽ നാടകത്തിൽ ഇത് സാധ്യമല്ലെന്നാണ് വിജയരാഘവന്റെ പക്ഷം. കാരണം സിനിമയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പിന്നീട് സമയം നോക്കി അയാളുടെ ഭാഗം മാത്രം ഷൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ റീഷൂട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. എന്നാൽ നാടകത്തിൽ തട്ടിൽ കയറി കഴിഞ്ഞാൽ തന്റെ ആത്മാവ് ആ കഥാപാത്രത്തിന് കൊടുത്തുകൊണ്ടാണ് ഓരോ നടനും പ്രകടനം കാഴ്ചവെക്കുന്നത്. തന്റെ ഇന്നുള്ള ജീവിതത്തിന്റെ അച്ചടക്കത്തിന് കാരണം തന്നെ അന്നത്തെ നാടക ജീവിതമാണെന്നും അദ്ദേഹം പറയുന്നു. വീട്ടുകാരെ വിളിച്ച് കെട്ടിച്ചാന്ന് പോലും. ഓനെന്താ പൊട്ടനായിരുന്ന, കണ്ണില്ലായിരുന്ന? ഇനി ഓനത് കുഴപ്പമുണ്ടോന്ന് ദൈവത്തിന് മാത്രമേ അറിയണ്ട അപ്പാ. ധാരാളം വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും എല്ലാം അമിതമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു മേഖല കൂടിയാണ് സിനിമ. ദൈവവിശ്വാസിയാണോ എന്ന് വിജയരാഘവനോട് ചോദിച്ചാൽ അദ്ദേഹം യെസ് എന്നോ നോ എന്നോ പറയാൻ തയ്യാറല്ല. ഞാൻ കൺഫ്യൂസ്ഡ് ആണെന്നാണ് അദ്ദേഹത്തിന്റെ ഉത്തരം. ദൈവം എന്ന കോൺസെപ്റ്റിൽ വിശ്വാസം ഇല്ലെന്നല്ല അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ വിശ്വാസത്തിന്റെ പേരിൽ പലരും കാണിച്ചു കൂട്ടുന്ന അർത്ഥശൂന്യമായ കാര്യങ്ങൾക്ക് പുറകെ പോകാൻ വിജയരാഘവൻ തയ്യാറല്ല. ഏമാൻ എന്നാ ചെയ്യുമെന്ന് മോനൊരുത്തൻ ജയിലിൽ കിടപ്പില്ലേ, ശിവശങ്കരൻ, അവൻ പറഞ്ഞുതരും. അവനത് നല്ലോണം അറിഞ്ഞവനാ. വളരെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണ് വിജയരാഘവൻ. പക്ഷെ ജീവിതത്തിൽ ഇന്നേ വരെ സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതിന്റെ ആവശ്യം എന്താണ്? തന്റെ മുഖത്തേക്ക് നോക്കിയാൽ മനസ്സിലെ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സാധാരണ കാമുകി കാമുകന്മാർക്കിടയിലോ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലോ ഉള്ള ബന്ധമല്ല, അതിലും വ്യത്യസ്തമാണ് താനും തന്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധം എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. തന്നേക്കാൾ 10 വയസ്സ് പ്രായം കുറഞ്ഞ ഭാര്യയ്ക്ക് താൻ ഭർത്താവ് മാത്രമല്ല ചിലപ്പോഴൊക്കെ അച്ഛനും മൂത്ത ജ്യേഷ്ഠനും ഒക്കെ ആകാറുണ്ട്. ആ ഒരു ബഹുമാനം തന്റെ ഭാര്യ തിരിച്ചു തനിക്കും തരാറുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. കോടതിന്റെ സമയം കളയുന്നാണ്. ഡിവോഴ്സിന്റെ ഗ്രൗണ്ട്സ് പോലും മര്യാദയ്ക്ക് അറിയാത്തവന്മാരാണ് വക്കീലിന്റെ കോർട്ട് വിട്ട് വന്നേക്കുന്നത്. അന്ധവിശ്വാസങ്ങളോട് തീരെ യോജിക്കാത്ത ആളാണ് വിജയരാഘവൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ അന്ധവിശ്വാസങ്ങൾക്ക് ഇരയായ നടൻ കൂടിയാണ് വിജയരാഘവൻ. ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ പറയുന്നതിനനുസരിച്ച് നടീനടന്മാരെ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മലയാള സിനിമയ്ക്ക്. ജ്യോത്സ്യൻ പറയുന്നതിന് വിപരീതമായി ചെയ്താൽ സിനിമ പരാജയപ്പെടും എന്നായിരുന്നു വിശ്വാസം. അത്തരത്തിൽ പറഞ്ഞുറപ്പിച്ച വേഷങ്ങൾ പോലും വിജയരാഘവന് നഷ്ടമായിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, സുഹൃത്തായ ജോഷിയുടെ സിനിമയിൽ നിന്ന് പോലും വിജയരാഘവന്റെ കഥാപാത്രം മറ്റൊരാളിലേക്ക് പോയിട്ടുണ്ട്. പണം മുടക്കുന്ന നിർമ്മാതാക്കൾ ജോൽസിനെ കണ്ണുമടച്ച് വിശ്വസിക്കുമ്പോൾ സംവിധായകർക്ക് പോലും മറുത്തൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ഞങ്ങളുടേതടക്കം മേജർ മീഡിയാസിൽ ഈ ന്യൂസ് വരില്ലെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. തൃശ്ശൂർ നമ്മൾ ജയിക്കും, അത് ഷൂറാ. ജയിച്ചില്ലെങ്കിലോ? തോറ്റാൽ മന്ത്രിസഭ വീഴും, പുതിയ ഭരണം വരും. നിങ്ങൾ വാർത്ത മൂടി വെച്ചിട്ട് എന്ത് കാര്യം? സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുത്തില്ലേ? മലയാള സിനിമയുടെ നിരവധി വളർച്ചാ ഘട്ടങ്ങൾ കണ്ട കലാകാരൻ കൂടിയാണ് വിജയരാഘവൻ. അതുപോലെ തന്നെ സിനിമ വളർന്നപ്പോൾ നാടകം തളർന്നതും പിന്നീട് ഈ അടുത്ത കാലത്ത് നാടക ലോകത്തിന് ഒരു പുതിയ ഉണർവുണ്ടായതെല്ലാം നേരിട്ട് കണ്ട കലാകാരൻ. അന്ന് ഞാൻ പലരോടും ഉപദേശം ചോദിച്ചു. എല്ലാരും പണം, കരിയർ എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിച്ചു. എന്റെ മനസാക്ഷിയോട് മാത്രം ഞാൻ ചോദിച്ചില്ല. ഞാനൊന്ന് വിളിച്ചാൽ അവള് വന്നേനെ. നാടകങ്ങളിൽ നിന്ന് മലയാള സിനിമയിലെത്തി അത്ഭുതകരമായ പ്രകടനങ്ങളിലൂടെ നിലയുറപ്പിച്ച നടന്മാരിൽ ഏറിയ പങ്കും ശക്തവും ഗൗരവവുമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ളവരായിരുന്നു. വില്ലൻ വേഷങ്ങളിലൂടെയും ക്യാരക്ടർ റോളുകളിലൂടെയുമാണ് ഇവർ കൂടുതൽ ശ്രദ്ധേയരായത്. എന്നാൽ ഏതുതരം വേഷങ്ങളും അനായാസം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വിജയരാഘവൻ ഇവരിൽ വ്യത്യസ്തനായി. നായകനായും സ്വഭാവ നടനായും വില്ലനായും തിളങ്ങിയ വിജയരാഘവൻ കോമഡി വേഷങ്ങളും അനായാസം കൈകാര്യം ചെയ്തു. കാലവും സിനിമയും നായക സങ്കല്പങ്ങളും എല്ലാം മാറി മറിഞ്ഞപ്പോഴും വിജയരാഘവൻ എന്ന കലാകാരൻ ശക്തമായ സാന്നിധ്യമായി മലയാള സിനിമയിൽ നിലയുറപ്പിക്കുന്നു. അയ്യേ, ഒരു ഉളുപ്പില്ലാതിരുന്ന് വെട്ടി അടിക്കുന്ന കണ്ടില്ലേ? മെയ്യനങ്ങനെ ആഹാരം കഴിക്കാൻ നാണം ഇല്ലടാ. വിഷമമോ സങ്കടമോ ഒക്കെ വന്നാൽ പൊട്ടിക്കരയുന്നവരാണ് നമ്മൾ പലരും അല്ലെ. എന്നാൽ കരയാൻ തീരെ ഇഷ്ടമില്ലാത്ത ആളാണ് വിജയരാഘവൻ. പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ മുമ്പിൽ കരയാതിരിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രമിക്കാറുണ്ട്. തന്റെ ഉള്ളിലെ വിഷമം അതിപ്പോ എത്ര വലുതാണെങ്കിലും തന്റെ കരയുന്ന മുഖം മറ്റുള്ളവർ കാണാതിരിക്കാൻ തന്റെ വിഷമം ഉള്ളിൽ തന്നെ ഒതുക്കി വെക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. അതിന്റെ ഭാഗമായി തലയിണയിൽ മുഖം അമർത്തി കിടക്കാറുണ്ട്. എന്നാലും ഇത്രയൊക്കെ ചെയ്തിട്ടും ചില സമയത്ത് വിജയരാഘവന്റെ നിയന്ത്രണവും വിട്ടുപോകാറുണ്ട്. ഇതുവരെ നമ്മൾ പെണ്ണുങ്ങൾ ഉണ്ടാക്കിയ വന്നപ്പുട്ടല്ലേ തിന്നിട്ടുള്ളൂ. ഇന്ന് ആണുങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാം തരം പുട്ട് തിന്നാൻ പോവാ.
പല നടന്മാരും തങ്ങൾക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങൾ നന്നാക്കുന്നതിന് വേണ്ടി പല പഠനങ്ങളും നടത്തുന്നതായി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ഒരു പഠനത്തിലും വിജയരാഘവന് വിശ്വാസമില്ല. ചെറിയ ചില ഹോംവർക്കുകൾ ഒഴിച്ചാൽ ഷൂട്ടിങ്ങിന് മുമ്പായി അദ്ദേഹം യാതൊരു വക തയ്യാറെടുപ്പുകളും ചെയ്യാറില്ല എന്നതാണ് സത്യം. തന്റെ ഇത്രയും കാലത്തെ അനുഭവങ്ങളും അറിവുകളും വെച്ച് ആ കഥാപാത്രത്തെ രൂപപ്പെടുത്തി എടുക്കാനാണ് അദ്ദേഹം ശ്രമിക്കാറ്. ബാക്കിയെല്ലാം സമയമാവുമ്പോൾ താനേ സംഭവിച്ചുകൊള്ളും എന്നതാണ് അദ്ദേഹത്തിന്റെ ശൈലി. മൂത്തവൻ പണക്കാരൻ, രണ്ടാമത്തവൻ പണക്കാരൻ, മൂന്നാമത്തവൻ പണക്കാരൻ, മൊത്തം പണക്കാരൻ. നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ആകാശവാണിയിലുണ്ടായിരുന്നു, എപ്പോഴും പഠിക്കുന്നത് കേട്ടോ. മോലാലി ഇങ്ങോട്ട് വന്നേ. കഥാപാത്രങ്ങൾക്കായി കൂടുതൽ തയ്യാറെടുപ്പുകളൊന്നും ചെയ്യാത്ത വിജയരാഘവന് ഡിമെൻഷ്യ ബാധിച്ച ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കേണ്ടി വന്നപ്പോൾ കൂടുതൽ അധികം തയ്യാറെടുപ്പുകൾ ചെയ്യേണ്ടി വന്നു. അത്തരം വ്യക്തികൾ തങ്ങളുടെ പഴയകാല ഓർമ്മകൾ ചെയ്യുമ്പോൾ അവരുടെ ശരീരഭാഷ എന്തായിരിക്കും എന്നതിനെ കുറിച്ച് വിജയരാഘവൻ കൂടുതൽ ചിന്തിച്ചു. അപ്പോഴാണ് തന്റെ അച്ഛൻ നാടകം എഴുതാനിരിക്കുന്ന സമയത്ത് ആലോചനയിൽ മുഴുകുമ്പോൾ വിരലുകൾ വട്ടത്തിൽ തിരുമുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ വന്നത്. ആ ശരീരഭാഷയ്ക്ക് കുറച്ചും കൂടെ വ്യത്യാസം വരുത്തി ആ കഥാപാത്രത്തിന് രൂപം കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അറിയാലോ, 2-3 കൊല്ലമായിട്ട് ഫീൽഡിലില്ലായിരുന്നു. 10-60 കൊല്ലമായിട്ട് മഹാത്മാഗാന്ധി ഫീൽഡിലല്ലോ, എന്നിട്ടും നമ്മൾ അറിയുന്നില്ലേ? വിജയരാഘവന്റെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിൽ ഒന്നാണ് ചേറാടിക്കറിയ. ആ കഥാപാത്രത്തിന്റെ ശരീരഭാഷ രൂപപ്പെടുത്തുന്നതിന് അദ്ദേഹം ഉപയോഗിച്ചത് കോളേജ് പഠനകാലത്തെ തന്റെ ഒരു സഹപാഠിയുടെ രീതികളാണ്. പണവും സ്വാധീനവും ധിക്കാരവും എല്ലാം ചേർന്ന ഒരു കഥാപാത്രമാണ് ചേറാടിക്കറിയ. വിജയരാഘവൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് തന്റെ സഹപാഠിയായി ധാരാളം പണമുള്ള വീട്ടിലെ അഹങ്കാരിയായ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. മുണ്ടിന്റെ ഒരു തുമ്പ് ഉയർത്തിപ്പിടിച്ച് നെഞ്ചി വിരിച്ച് കൈകളൊക്കെ അകത്തി വീശി ഒരു കയ്യിൽ വില കൂടിയ സിഗരറ്റും പിടിച്ചായിരുന്നു നടത്തം. ആ ചെറുപ്പക്കാരന്റെ നടത്തത്തിന് അല്പസ്വല്പ മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് വിജയരാഘവൻ ചേറാടിക്കറിയയിലേക്ക് ചേർത്തത്. ഐ ആം പ്രൗഡ് ഓഫ് മൈ സൺ. നെഞ്ചും വിരിച്ച് നിന്റെ ലവ് സ്റ്റോറി പറയൂ, കേക്കട്ടെ. അറ്റൻഷൻ. നിന്നോടല്ല, അവനോട് ശ്രദ്ധിച്ച് കേൾക്കാൻ പറഞ്ഞതാ. ഇനി പറ. ഇപ്പോൾ ഒരു 76-കാരനായ നടന് പ്രായമായ കഥാപാത്രങ്ങൾ മാത്രമേ ചെയ്യാൻ സാധിക്കൂ എന്നാണല്ലോ നമ്മുടെ ഒരു ധാരണ. എന്നാൽ അത് പൊളിച്ചിടുന്ന നടനാണ് വിജയരാഘവൻ. ഇപ്പോഴും 45-കാരനായും അതേസമയം 100 വയസ്സുള്ള കഥാപാത്രങ്ങളെയും അനായാസം ചെയ്യാൻ കഴിയുന്ന പ്രതിഭയാണ് വിജയരാഘവൻ. ഇനി ഒരുത്തനെ പോക്കണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ചെല്ല്. ബോംബെ ജയന്തിക്ക് വന്നിറങ്ങുന്ന ഏതെങ്കിലും ഒരുത്തനെ തപ്പ്. ബാലാജി സാർ ആള് ഏതവനാണെങ്കിലും 24 മണിക്കൂറാകും പൊക്കിയിരിക്കും. ഞങ്ങളുടെ അമ്മ മരിച്ചിട്ട് ദിവസം എത്രയായി? താനൊക്കെ എന്താ ഉണ്ടാക്കിയത്? ചുമ്മാ വിരിയാ. ജീവിതത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തികളെയോ കണ്ട സംഭവങ്ങളെയോ ഒന്നും ആരും ഓർത്തു വെക്കാറില്ല. എന്നാൽ അവ ആവശ്യമെന്ന് തോന്നിയാൽ കൃത്യമായി രേഖപ്പെടുത്തി പിന്നീട് ഓർത്തെടുക്കാറാണ് പതിവ്. എന്നാൽ തന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ഓരോ സംഭവങ്ങളെയും താൻ പരിചയപ്പെട്ട ഓരോ വ്യക്തികളെയും താൻ പോലും അറിയാതെ മനസ്സിന്റെ അടിത്തട്ടിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സിദ്ധിക്കുടമയാണ് വിജയരാഘവൻ. വർഷങ്ങൾക്ക് ശേഷം ഒരു കഥാപാത്രത്തിന് വേണ്ടി ചികയുമ്പോൾ അതിനോട് യോജിക്കുന്ന രീതിയിലുള്ള വ്യക്തികളെയോ സംഭവങ്ങളെയോ ഒക്കെ ഓർത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കാറുണ്ട്. പിന്നീട് തന്റെ അഭിനയത്തെയും അതുപോലെ തന്നെ കഥാപാത്രത്തെയൊക്കെ അവ ഉപയോഗിച്ച് രൂപപ്പെടുത്താനും അദ്ദേഹത്തിന് കഴിയാറുണ്ട്. തന്റെ ഈ ഓർമ്മകളെല്ലാം തന്നെ ഒരു നടൻ എന്ന നിലയിൽ തന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്ന് വിജയരാഘവൻ സാക്ഷ്യപ്പെടുത്തുന്നു. മൂർഖനായാൽ മൂർഖൻ. നായർ സാബ് നമ്മുടെ ഇൻസ്ട്രക്ടർ. ട്രെയിനിങ് ഒക്കെ ട്രെയിനിങ് തന്നെ, പക്ഷെ എന്റെ ദേഹം നന്ദാ എടുത്തിട്ട് ഞാൻ ചവിട്ടും. അറിയാമല്ലോ എന്റെ സ്വഭാവം. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന വിജയരാഘവൻ എന്ന നടന് ഇന്നും ഒരു പുതിയ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആദ്യ ദിവസങ്ങൾ ടെൻഷൻ നിറഞ്ഞതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അതാണ് സത്യം. അഭിനയ കലയോടുള്ള ആത്മാർത്ഥമായ സമീപനമാണ് അദ്ദേഹത്തിന് ഈ ടെൻഷൻ ഉണ്ടാക്കുന്നത്. ആ ഒരു പുതിയ കഥാപാത്രം തന്റെ കയ്യിൽ ഭദ്രമാണോ, ആ കഥാപാത്രത്തെ താൻ സമീപിക്കുന്ന രീതി ശരിയാണോ എന്നൊക്കെയുള്ള ചിന്തകളാണ് അദ്ദേഹത്തിൽ ഈ ടെൻഷനുകൾ ഉണ്ടാക്കുന്നത്. ആദ്യ 2-3 ദിവസത്തെ ഷൂട്ടിങ്ങോട് കൂടി ആ ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് അതൊരു ബുദ്ധിമുട്ടല്ല. എന്നാൽ അതുവരെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹം തീർക്കുന്നത് കോസ്റ്റ്യൂം ശരിയായില്ല, മേക്കപ്പ് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്റെ കോസ്റ്റ്യൂമറോടും മേക്കപ്പ് മാനോടൊക്കെയാണ്. പക്ഷെ ഇവർക്കൊക്കെ വിജയരാഘവൻ എന്ന വ്യക്തിയെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഇതൊന്നും അവരെ ആരെയും വേദനിപ്പിക്കാറില്ല. ഇതുവരെ കഴിച്ചു തുടങ്ങിയില്ലേ? ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ചിക്കൻ കുറുമ, ബീഫ് ഒലത്തിയത്, ഒലത്താത്തത്, ഫിഷ് മോളി, ഇതെല്ലാം നിന്റെ ചേച്ചിയുടെ കൈ കൊണ്ടുണ്ടാക്കിയതാ. മലയാള സിനിമയിലെ പുതിയ നടന്മാരെല്ലാം കൊച്ചിയിലേക്ക് സ്ഥിരതാമസമാക്കുന്നത് നമ്മൾ കാണാറുണ്ട്. കാരണം സിനിമയിലെ ടെക്നിക്കൽ വർക്കുകളെല്ലാം കൊച്ചി കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. മാത്രമല്ല പുതിയ തലമുറയിലെ ആഡംബര ശൈലിയിലുള്ള ജീവിത സൗകര്യങ്ങളെല്ലാം തന്നെ കൊച്ചിയിൽ നിന്ന് ലഭ്യമാണ്. എന്നാൽ അത്തരത്തിലൊരു പറിച്ചു നടൽ വിജയരാഘവന് താല്പര്യമില്ല. അദ്ദേഹത്തിനെന്നും ഗ്രാമത്തിൽ താമസിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. കാരണം അവിടെ ആരും തന്നെ ഒരു സിനിമാതാരമായി കാണുന്നില്ല, മറിച്ച് നാട്ടുമ്പുറത്തുള്ള സാധാരണക്കാരായ ഒരു മനുഷ്യനായാണ് കാണുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. എല്ലാം അറിയുന്നവൻ ഇങ്ങനെ
ഒന്നും അറിയാത്തവൻ അങ്ങനെ. സിനിമാ താരങ്ങളുടെ ആഡംബര ജീവിതം വളരെ പ്രശസ്തമാണ്. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡുകളുടെ വസ്ത്രങ്ങളും കാറുകളും ബൈക്കുകളും ഗാഡ്ജറ്റ്സുകളും ഒക്കെ അവർ വാങ്ങുന്നത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ്. എന്നാൽ തനിക്ക് അത്തരം ആർഭാടങ്ങളൊന്നും ഇല്ലെന്നാണ് വിജയരാഘവൻ പറയുന്നത്. സന്തോഷം കണ്ടെത്തുന്നതിനായി താൻ അധികം പണം മുടക്കുന്ന ആളുമല്ല. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന തനിക്ക് ഒരു കുട്ടി ഒരു പൂ തന്നാൽ പോലും അതിൽ സന്തോഷവാനാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് വീട്ടിൽ ഭാര്യയോടും മക്കളോടും ഒപ്പം ഇരിക്കുന്നതും നല്ല ആഹാരങ്ങൾ കഴിക്കുന്നതും സിനിമയിൽ നല്ല വേഷങ്ങൾ കിട്ടുന്നതുമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഇന്റർവ്യൂവിന് പ്രധാനമായും ഉദ്യോഗാർത്ഥികളുടെ ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്, അതുപോലെ ഹിന്ദിയിലും. NN പിള്ള എന്ന അതുല്യ നാടക നടന്റെ പേരിന് ഒട്ടും കളങ്കം ചാർത്താത്ത വിധം പ്രതിഭാധനായ മകനാണ് വിജയരാഘവൻ. NN പിള്ള ഒരു നടൻ മാത്രമല്ല, രചയിതാവ് കൂടിയാണ്. എന്നാൽ സിനിമയിലോ നാടകത്തിലോ ആ ഒരു മേഖലയിലേക്ക് വിജയരാഘവൻ ഇതുവരെ കടന്നു ചെന്നിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് എഴുതാൻ പേടിയാണെന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. NN പിള്ള എന്ന അസാമാന്യ പ്രതിഭയുടെ മകനായിരിക്കെ എഴുത്തിൽ തനിക്കുള്ള പരിമിതികളെ കുറിച്ച് ബോധ്യമുണ്ടായിരിക്കെ അച്ഛന്റെ പേരിന് കളങ്കം വരാത്ത വിധം മുന്നോട്ടു പോകാനാണ് തനിക്ക് ആഗ്രഹമെന്ന് അദ്ദേഹം പറയുന്നു. ഡോക്ടർക്ക് പോലും സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യം ഇവനെങ്ങനെ സോൾവ് ചെയ്യും? അങ്കിളിന് ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. 10 തലയവന് തനി രാവണൻ, 9 തലയെവിടെ? കുളിക്കാൻ പോയി. പ്രായത്തെ വെല്ലുന്ന സൗന്ദര്യമുള്ള ചില നടന്മാർ നമുക്കുണ്ട്. അവരുടെ സൗന്ദര്യം സംരക്ഷിക്കുന്നതിനായി വ്യായാമം, ചികിത്സാ രീതികൾ, ഉറക്കത്തിലെ നിഷ്ഠ, ഭക്ഷണക്രമം എന്നിവയൊക്കെ പാലിക്കുന്നവരാണ്. ഇന്നും ചെറുപ്പമായിരിക്കുന്ന നടനാണ് വിജയരാഘവൻ. 40 വയസ്സുള്ള ഒരു വേഷം പോലും അദ്ദേഹത്തിന് അനായാസമായി ചെയ്യാൻ സാധിക്കും. എന്നാൽ തന്റെ സൗന്ദര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി യാതൊരു കാര്യങ്ങളും ചെയ്യുന്നില്ലെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. തനിക്ക് എന്തെങ്കിലും ഒരു സൗന്ദര്യം ഉണ്ടെങ്കിൽ അത് തന്റെ ഭാഗ്യം മാത്രമാണെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. വീട് വിട്ട് പുറത്ത് ജോലിക്ക് പോകുന്നത് അച്ഛൻ ഇഷ്ടാവോ എന്തോ. ഏതായാലും അച്ഛന്റെ സമ്മതം കൂടി അറിഞ്ഞിട്ട് പോരെ. ഇങ്ങനത്തെ ഏട്ടന്മാരുണ്ടാവുന്നതിലും നല്ലതേ ജനിക്കാതെ ഞാനൊക്കെ ഗർഭത്തിലേ തൂങ്ങിച്ചാണമായിരുന്നു. ഒരു സിനിമയ്ക്ക് വേണ്ടി ഡേറ്റ് കൊടുത്തതിന് ശേഷം കൃത്യസമയത്ത് അതിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വളരെയധികം കുറ്റബോധവും വിഷമവുമുള്ള ആളാണ് വിജയരാഘവൻ. സ്വന്തം കാരണം കൊണ്ടല്ലെങ്കിൽ പോലും ചിത്രീകരണം മുടങ്ങിയാൽ അതിൽ അദ്ദേഹം വളരെയേറെ ദുഃഖിച്ചിരുന്നു. തന്റെ അച്ഛൻ നാടകത്തിന് നൽകിയ അർപ്പണബോധം കണ്ടു വളർന്ന വിജയരാഘവന് മറിച്ചൊന്നും ചിന്തിക്കുവാൻ സാധിക്കില്ലായിരുന്നു. നാടകം കളിക്കേണ്ട സ്ഥലത്ത് വെച്ചാണ് NN പിള്ള സ്വന്തം അമ്മ മരിച്ച വിവരം അറിയുന്നത്. സംഘാടകർ നേരത്തെ തന്നെ ടിക്കറ്റുകളെല്ലാം വിറ്റു കഴിഞ്ഞതുകൊണ്ട് നാടകം മുടങ്ങിയാൽ അവർക്കുണ്ടാകുന്ന ആ ഒരു നഷ്ടം മനസ്സിലാക്കി അദ്ദേഹം വിഷമം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നാടകം കളിച്ചു തീർത്താണ് വീട്ടിലേക്ക് മടങ്ങുന്നത്. അമ്മയുടെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം അടുത്ത പറഞ്ഞുറപ്പിച്ച നാടകവേദിയിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. ചോദിച്ചത് പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്ത വിജയരാഘവനെ നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു അടിച്ചുപൊളി വേഷത്തിലുള്ള ചെറുപ്പക്കാരനായിട്ട് അധികം കണ്ടിട്ടില്ല. അത്തരം വേഷങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടില്ല എന്നാണ് പറയാൻ വരുന്നതെങ്കിൽ തെറ്റി. വിജയരാഘവന്റെ ആദ്യ സിനിമയായ കാബാലികയിൽ ചെറുപ്പത്തിന്റെ എല്ലാ പ്രസരിപ്പുമുള്ള ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം ചെയ്തത്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഫ്രീക്കൻ. ഇന്നത്തെ ഫ്രീക്കന്റെ പര്യായമായ അന്നത്തെ ഹിപ്പിയെയാണ് വിജയരാഘവൻ ആ സിനിമയിൽ അവതരിപ്പിച്ചത്. ബാലൊരു പൂശാപൂശാണല്ലോ. തക്കാളിപ്പത്ത് ലോറി വേണ്ട ബാല, നീയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ അല്ലേ? പ്രൊഡ്യൂസർ. നിങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാമെന്നോ? കണ്ടോളാം കണ്ടോളാം. കാണാവടാ, നടക്കടാ. ഇവനെ ഏതാണ്ട ഒരു കാലത്ത് നായക നടനായി തിളങ്ങിയ ആളാണ് വിജയരാഘവൻ. ഒരു ആക്ഷൻ ഹീറോ ഇമേജ് തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. വിജയരാഘവൻ നായകനായ സിനിമകളിൽ 7ഉം 8ഉം ഫൈറ്റ് രംഗങ്ങൾ ഉണ്ടായിരുന്നു. ഫൈറ്റിന്റെ എണ്ണം കുറയ്ക്കാനായിട്ട് അദ്ദേഹം അഭിപ്രായപ്പെട്ടെങ്കിലും വിജയരാഘവന്റെ ഫൈറ്റിന് നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് നിർമ്മാതാക്കൾ അതിന് തയ്യാറായില്ല. കുറെ കാലം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിന് തന്നെ ഒരു മടുപ്പായി. ഇത് രാവിലെ എഴുന്നേറ്റ് കൂലിപ്പണിക്ക് പോകുന്നത് പോലെയാണല്ലോ എന്ന് വിജയരാഘവൻ തന്നെ പറയുകയുണ്ടായി. ഇത്രയും ഉപകാരം ചെയ്തയാളെ നേരിട്ട് കണ്ട് നന്ദി പറയണമെന്ന് മോള്. പോകുന്ന വഴിക്കാ തന്റെ വീടെന്ന് പറഞ്ഞപ്പോ എന്നാ നേരെ കണ്ടു പറയാമെന്ന്. ആയിക്കോട്ടെ. തന്റെ പാക്കിംഗ് കഴിഞ്ഞോ? കഴിഞ്ഞു സർ. നാളെ എപ്പോഴാ വണ്ടി? മോർണിംഗ് പോകും. വിജയരാഘവന്റെ ആദ്യ സിനിമ കാബാലികയാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ആദ്യ സിനിമയിലെ അഭിനയത്തിന് ശേഷം അദ്ദേഹത്തിന് സിനിമയോടുള്ള താല്പര്യം കുറയുകയാണ് ചെയ്തത്. സിനിമ പല കഷ്ണങ്ങളായി ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു നാടക നടനായ വിജയരാഘവന് അതിലൊരു തൃപ്തി കണ്ടെത്താനായില്ല എന്നതാണ് കാരണം.
പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് നിർമ്മിച്ച ആർട്ട് ഫിലിമിൽ അഭിനയിക്കാനായി അദ്ദേഹത്തെ നിർബന്ധിച്ചു കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോഴാണ് അതിന്റെ പ്രൊഡക്ഷൻ സാമ്പത്തികമായി വളരെ മോശമാണെന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചു പോരേണ്ടി വന്നത്. എല്ലാവരോടും പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ പോയി അത് നടക്കാതെ വന്നതിന്റെ ഒരു ചമ്മൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് എങ്ങനെയെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കണം എന്ന ആഗ്രഹമായി. ആ ആഗ്രഹമാണ് സ്വന്തം ശ്രമത്തിൽ സിനിമയിൽ അഭിനയിക്കാനുള്ള താല്പര്യം അദ്ദേഹത്തിൽ ഉണ്ടാക്കിയത്. എന്താ അതിന്റെ അഭിപ്രായം? എനിക്കല്ലേ നല്ലതാ, എനിക്ക് തോന്നി. നിന്റെ കാര്യം എങ്ങനെ? എനിക്ക് ഇളയതിനെ മതി. എടാ നിനക്ക് പറഞ്ഞു വെച്ചിരുന്ന മൂത്തേനെയാ. അതിന് എനിക്ക് വേണ്ട, അതിന് മൂപ്പിത്തിരി കൂടും. അമ്മാവിന് ഇതിൽ ഇടപെട്ട് എന്റെ കാര്യം കലക്കരുത്. ഇത് നടന്നില്ല, എനിക്ക് ഇനി വിവാഹമേ വേണ്ട. പേരെടുത്ത പല നടന്മാരും പിന്നീട് സംവിധായകരുടെ കുപ്പായം അണിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന വിജയരാഘവനോട് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് മറുപടി. അറിയാത്തൊരു പണി ചെയ്ത് നിർമ്മാതാക്കളുടെ പണം കളയാൻ താൻ തയ്യാറല്ല. മാത്രമല്ല, ഒരു നടൻ എന്ന നിലയിൽ തനിക്ക് ഇവിടെ ഇനിയും പ്രസക്തി ഉണ്ടാകണം. ആ പ്രസക്തി ഒട്ടും ചോർന്നു പോകാതെ തന്നെ വ്യത്യസ്തങ്ങളായ പ്രകടനങ്ങളിലൂടെ നമ്മളെ ഇനിയും അത്ഭുതപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിജയരാഘവന്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു താരത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.